أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم وبارك عليه وعلى آله وأصحابه أما بعد. ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, ഏറെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമ്മൾ സൂറത്ത് യൂസുഫ്, ഖുർആനിലെ 12-ാമത്തെ അധ്യായമായ സൂറത്ത് യൂസുഫിൻ്റെ തഫ്സീർ ക്ലാസ്സിൻ്റെ 6-ാമത്തെ ക്ലാസ്സിലേക്ക് അങ്ങനെ കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം യൂസുഫ് അലൈഹിസ്സലാം കണ്ട സ്വപ്നത്തെക്കുറിച്ചും യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തെക്കുറിച്ചും കുറച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ യൂസുഫ് അലൈഹിസ്സലാം ഈ സ്വപ്നം ചെന്ന് യാക്കൂബ് അലൈഹിസ്സലാം, വാപ്പയായ യാക്കൂബ് അലൈഹിസ്സലാമിനോട് ചെന്ന് പറയുന്ന ആ സന്ദർഭവും, യാക്കൂബ് അലൈഹിസ്സലാമും യൂസുഫ് അലൈഹിസ്സലാമും തമ്മിലുണ്ടാകുന്ന മനോഹരമായ ആ ഒരു സംഭാഷണവും, യാക്കൂബ് അലൈഹിസ്സലാം മകന് നൽകുന്ന ഉപദേശവും, പിന്നീട് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനവും, അങ്ങനെ അതിൽ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഗുണപാഠങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും പഠിക്കുകയും ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായി ഇൻഷാ അല്ലാഹ് ഇന്ന് ക്ലാസ്സിൽ നമുക്ക് 8 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഫോക്കസ് യൂസുഫ് അലൈഹിസ്സലാമിലും യാക്കൂബ് അലൈഹിസ്സലാമിലും ആയിരുന്നെങ്കിൽ ഈ 7-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഥ മറ്റൊരു ആംഗിളിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ഇനിയാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരുടെ ഇൻട്രൊഡക്ഷൻ. ആദ്യമായിട്ട് അവർ കഥയിലേക്ക് അങ്ങനെ കടന്നു വരികയാണ്. ഈ കഴിഞ്ഞ ആയത്തുകളിലൊന്നും തന്നെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരെ പറ്റി അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓൾറെഡി അവരെ പറ്റി ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു, അല്ലേ? ഏകദേശം അവരെ പറ്റി ഒരു ധാരണ ലഭിച്ചു കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ ആ ഒരു നറേറ്റീവ് സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? അവർ തമ്മിൽ, ആ 10 മക്കൾ, അല്ലേ, യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഈ 10 സഹോദരന്മാർ തമ്മിൽ നടത്തുന്ന, അവർ കൂടി ആലോചിക്കുന്ന ഒരു സംഭാഷണമാണ്. അതിലൂടെയാണ് അള്ളാഹ് നമ്മളവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين. إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة ഇന്ന അബാന ലഫീ ളലാലിൻ മുബീൻ. അതെ, അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം ഒരു ശക്തമായ സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവൻ്റെ സഹോദരനും തന്നെയാണ് നമ്മുടെ പിതാവിനു നമ്മേക്കാൾ ഇഷ്ടപ്പെട്ടവർ. നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ ഒരു വഴിപിഴവിൽ തന്നെയാണ്. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ നോക്കാം. ഇത് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ല യൂസുഫു, യൂസുഫ് തന്നെ, വ അഖൂഹു, അവൻ്റെ സഹോദരനും, അഹബ്ബ, അധികം ഇഷ്ടപ്പെട്ടവർ, ഇല അബീന, നമ്മുടെ വാപ്പാക്ക്, മിന്ന, നമ്മേക്കാൾ, വ നഹ്നു, ഞങ്ങളാകട്ടെ, നാം ആകട്ടെ, ഉസ്ബതൻ, ഒരു സംഘമാണ്, കൂട്ടമാണ്. എന്നിട്ടും ഇന്ന അബാന,
നിശ്ചയമായും നമ്മുടെ പിതാവ് ലഫീ ളലാലിൻ ഒരു വഴിപിഴവിൽ തന്നെ മുബീൻ സ്പഷ്ടമായ. ഇദ് ഖാലു എന്നുള്ള പദം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രൊഡക്ഷൻ, അവരുടെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നൽകുന്നത്. ഇദ് ഖാലു അവർ പറഞ്ഞ സന്ദർഭം ഓർക്കുക. അപ്പം നമ്മൾ ഈ റീഡേഴ്സിന് അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, ഇത് പഠിക്കുന്നവരെ ആ ഒരു ഫ്രെയിമിലേക്ക്, ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇദ് ഖാലു ലയൂസുഫു വ അഖൂഹു അഹബ്ബു ഇലാ അബീന മിന്ന. അവരെന്താണ് പറയുന്നത്? അവർ 10 പേരുണ്ട്, നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞല്ലേ. അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് നടത്തുന്നൊരു സംഭാഷണമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കോട്ട് ചെയ്തേക്കണത്. ഇവിടെ ലയൂസുഫു വ അഖൂഹു, യൂസുഫും യൂസുഫിൻ്റെ സഹോദരനും അവൻ്റെ സഹോദരനും എന്ന് പറയുന്നത് നമുക്കറിയാം, ബാക്കി എല്ലാവരും സഹോദരന്മാർ തന്നെയാണ്. പക്ഷെ പൂർണ്ണ സഹോദരനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു മാതാവിൽ നിന്നുള്ള സഹോദരൻ ബിന്യാമിനായിരുന്നു. പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് യൂസുഫ് അലൈഹിസ്സലാമും ബിന്യാമിനും വളരെ വളരെ ചെറുപ്പക്കാരായിരുന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ചെറുപ്പക്കാരായിരുന്നു. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ഇളയ മക്കളായിരുന്നു. ബിന്യാമിൻ എത്രത്തോളം ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരു പാലുകൂടി മാറാത്ത ശിശുവായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമിനെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ് ഒരു 9 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള ഒരു ബാലനായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും ഏകദേശം ഒരു മെച്യൂരിറ്റിയും പക്വതയും ഒക്കെ എത്തിയ പ്രായപൂർത്തിയായ മക്കളായിരുന്നു ഏകദേശം എല്ലാവരും, ആ 10 മക്കൾ. അപ്പോൾ ഇതായിരുന്നു ഇവരുടെ സാഹചര്യം. എന്നിട്ട് ഇവർ പറയുന്ന കാര്യം യൂസുഫ് അല്ലേ, അവർ ബാക്കി ആ കണ്ടിന്യൂഷനായിട്ട് പറയുന്നുണ്ടല്ലോ, മിന്ന നഹ്നു ഉസ്ബത്തുൻ ഇന്ന അബാന ലഫി ളലാലിൻ മുബീൻ അല്ലേ. ഞങ്ങളെല്ലാം ഉസ്ബത്താണല്ലേ. ഉസ്ബ എന്നുള്ള പദവും ഒക്കെ കുറച്ച് നമ്മളൊന്നും കൂടി വേർഡ് അനാലിസിസ് ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന സ്ലൈഡ്സിൽ. ഇവരിവിടെ പറയുന്നത് നമ്മൾ ഇത്രയും ശക്തരായ ഒരു കൂട്ടം സംഘം, അല്ലെങ്കിൽ ഒരു സംഘം ഉണ്ടായിട്ടും പോലും നമ്മുടെ വാപ്പ ഇത്രയും ചെറുതായിരുന്ന, ഒന്നിനും പറ്റില്ലാത്ത, അവർക്കായിട്ട് തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രായമാണല്ലോ അവർക്ക്. അപ്പം അവരെ കൊണ്ട് ഒന്നും കഴിയില്ലാത്ത ആ ഒരു ചെറിയ 2 പിള്ളേരെയാണോ നമ്മളെക്കാളും വാപ്പ കൂടുതൽ ഫേവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ സ്നേഹിക്കുന്നത്. ഇവിടെ ഫേവർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ഹൃദയം കൊണ്ടാണ് കേട്ടോ, ഒരിക്കലും വേറൊരു രീതിയിലല്ല. അപ്പോൾ അതായിരുന്നു അവരുടെ സംസാരത്തിൻ്റെ മെയിൻ വിഷയം. അപ്പോൾ അവരിൽ നിന്ന് ഒരാളായിരിക്കും ഇത് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അവർക്ക് പൂർണ്ണ യോജിപ്പായിരുന്നു. അവർ ഒരുമിച്ച് ഒരു സ്വരത്തോടു കൂടി പറയുന്ന ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ അവർ പൂർണ്ണമായി വിശ്വസിക്കുന്ന, അവർക്ക് സംശയമില്ലാത്ത വിധം അവർ ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. അവരെക്കാൾ സ്നേഹം അവരുടെ വാപ്പാക്ക് യൂസുഫ് അലൈഹിസ്സലാമിനോടും ബിന്യാമിനോടും ആയിരുന്നു ഉള്ള കാര്യം. ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ ഇദ് ഖാലു ലയൂസുഫു എന്ന് പറയുന്നില്ലേ. അപ്പോൾ ആ ലയൂസുഫു എന്ന പദം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് ലാം വച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഈ ലാമിന് പറയുന്ന പേരാണ് അറബിയിൽ ലാം അത്ത് തൗക്കീദ്. ലാം അത്ത് തൗക്കീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാചകത്തിനെ എന്തിൻ്റെ കൂടെയാണോ അത് കൂട്ടിച്ചേർക്കുന്നത്, ആ ഒരു വേർഡിനെ ശക്തമായി എംഫസിസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഊന്നൽ നൽകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരക്ഷരമാണ് ലാം അത്ത് തൗക്കീദ്. യാതൊരു സംശയത്തിനോ ദുർബലതയ്ക്കോ ഇടയില്ലാത്ത വിധം ഒരു കാര്യത്തെ ഉറപ്പിച്ച് പ്രഖ്യാപിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. സാധാരണ നമ്മൾ കാണപ്പെടാറുണ്ട് ഇന്ന എന്നുള്ള പദം അല്ലേ, ഇന്ന എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതും അതിനെപ്പോലെ തന്നെയുള്ള വേറൊരു അക്ഷരമാണത്. ഇന്ന എന്ന് പറയുമ്പോഴും തീർച്ചയായിട്ടും എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. അപ്പോൾ യൂസുഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായും സംശയമില്ലാതെ, യാതൊരു സംശയവുമില്ലാതെ യൂസുഫ് തന്നെ ആകുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇത് അവർ ഫോക്കസ് ചെയ്യണം, നമ്മുടെ ഇവിടെ മെയിൻ എംഫസിസ് വരുന്നത് ഈ ഒരു ആയത്തിൽ യൂസുഫിനാണ് അവർ എംഫസിസ് നൽകുന്നത്. യൂസുഫും യൂസുഫിൻ്റെ സഹോദരനും. അപ്പോൾ മെയിൻ ക്യാരക്ടർ ആരാണ്? യൂസുഫ്.
അപ്പോൾ അവരുടെ ആ ഒരു മനസ്സിൽ അസ്വസ്ഥത, അവർക്ക് തോന്നുന്ന സംശയം യൂസുഫ് തന്നെയാണ്, യൂസുഫിനോടാണ് കൂടുതലും, യൂസുഫ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഫോക്കസ് മുഴുവനും യൂസുഫ് അലൈഹിസ്സലാമിലേക്കാണ് ഇവരുടെ ഹൃദയത്തിൽ ഉള്ളത് എന്നുള്ള ഇതാണ് ആ വാക്കിലൂടെയും പ്രതിഫലിക്കുന്നത്. അവരുടെ ഹൃദയത്തിൽ എത്രത്തോളം അസൂയുണ്ട് യൂസുഫിനോട്, എത്രത്തോളം അവർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പ്രസൻസ്, അല്ലെങ്കിൽ യാക്കൂബ് അലൈഹിസ്സലാം യൂസുഫ് അലൈഹിസ്സലാമും തമ്മിലുള്ള ആ ഒരു ബന്ധവും യാക്കൂബ് അലൈഹിസ്സലാമിന് യൂസുഫ് അലൈഹിസ്സലാമിനോട് പ്രകടിപ്പിക്കുന്ന ആ ഒരു സ്നേഹവും, അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം ഇവർക്ക് അതുപോലെ ആവാൻ കഴിയുന്നുമില്ല. വാപ്പാക്ക് ആ സ്നേഹം ഒരുപാട് ഇഷ്ടവുമാണ്, വാപ്പ നൽകുന്ന ആ ഒരു സ്നേഹവും ലാളനയും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവർക്കൊട്ടും സഹിക്കാനാവുന്നുമില്ല അല്ലേ. അപ്പോൾ ഇവർക്കതൊരു ആരോപണം മാത്രമായിട്ടല്ല, ഇവർ ഒരുമിച്ച് പറയുന്നൊരു കാര്യമാണ്, അതിനൊരു സംശയവുമില്ല, മറിച്ച് ഒരു ദൃഢമായ ധാരണ തന്നെയാണെന്ന് അവർ പറയാൻ, അതവരെ എംഫസിസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അല്ല യൂസുഫ് എന്ന പദം ഉപയോഗിക്കുന്നത്. ഇവിടെ എന്താണ് ഇവർ പറയുന്നത്? ഞങ്ങളെക്കാൾ നമ്മുടെ പിതാവിന് കൂടുതൽ പ്രിയപ്പെട്ടവർ. ആ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇവരെന്താ പറയുന്നത്. യാക്കൂബ് അലൈഹിസ്സലാമിന്, അവരുടെ പിതാവിന് യൂസുഫ് അലൈഹിസ്സലാമിന് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു അല്ലേ. അവർക്കതിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. എന്നാൽ യൂസുഫിന് മറ്റ് മക്കളേക്കാൾ ഭൗതികമായി കൂടുതലായി കൊടുക്കുന്നു എന്ന് അവർക്ക് ആരോപിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണല്ലേ. ഇവർ പറയുന്ന കാര്യം, കൂടുതലുണ്ട് എന്ന് പറയുന്ന കാര്യം സ്നേഹത്തിൻ്റെ കാര്യമാണ്. പക്ഷേ ഭൗതികമായിട്ട്, മെറ്റീരിയലിസ്റ്റിക്കലി, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ വരുന്ന കാര്യത്തിൽ യാക്കൂബ് അലൈഹിസ്സലാം കൂടുതൽ നൽകി എന്ന് ഇവിടെ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ നമുക്ക് യാതൊരു രീതിയിലും ഒരു ഗസ് വർക്കോ അല്ലെങ്കിൽ ഒരു സംശയം പോലും വരാൻ പാടില്ലാത്തതാണ്. കാരണം എന്താണ്, യാക്കൂബ് അലൈഹിസ്സലാം ഒരു നബിയായിരുന്നു അല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നബിമാരെല്ലാവരും വളരെ നീതി പുലർത്തുന്നവരായിരുന്നു, അവർക്ക് നല്ല സ്വഭാവ ഗുണങ്ങളുള്ളവരായിരുന്നു അല്ലേ. അവരിൽ നിന്ന് ഒരിക്കലും അങ്ങനത്തെ ഒരു അനീതിയും അങ്ങനത്തെ ഒരു തുല്യമില്ലായ്മയും അല്ലെങ്കിൽ ഒരു ബയസ്, പ്രജുഡിസ് ഒന്നും ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ അവർ ഈക്വലി തന്നെ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് നൽകിയിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. പക്ഷേ സ്നേഹത്തിൻ്റെ കാര്യം, സ്നേഹം നമുക്ക് ഒരാളോട് പല കാരണത്താൽ തോന്നാം. പിന്നെ അത് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ട് തരുന്നൊരു കാര്യമാണ്, ഒരു റിസ്ക്കാണ് നമുക്ക് സ്നേഹം തോന്നുക ഒരാളോട് അല്ലേ. നമുക്ക് ലഭിക്കുന്ന സ്നേഹവും അതിൽപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഒരാളോട് നമുക്ക് ചിലപ്പോൾ കാണുമ്പോഴേ ചിലപ്പോൾ ഒരാളോട് ഇഷ്ടം തോന്നാം, അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റത്താൽ അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അവർ നമ്മളനുസരിക്കുകയും അവർ നമ്മളോട് ഒരുപാട് സ്നേഹം കാണിക്കുകയും അതുപോലെ നമ്മൾ പറയുന്നതെല്ലാം കേട്ട് എല്ലാം നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുകയും നമ്മൾ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന, പിന്നെ നല്ല സ്വഭാവമായിട്ടുള്ള മക്കൾ ജന്മനാ ലഭിക്കുന്ന, അങ്ങനെ ക്ഷമയും വളരെ നല്ല സ്വഭാവവും ഒക്കെ ഉള്ള മക്കളുണ്ടാവും. അവരോട് സ്വാഭാവികമായിട്ടും നമുക്കും, അത് വേറെ ആർക്കായിരുന്നാലും ആ ഒരു സ്നേഹം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിൽ ഇട്ട് തരുന്നതാണ് അല്ലേ. അതിൽ നമുക്ക് യാതൊരു കൺട്രോൾ ഇല്ല താനും. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതും. വാപ്പാക്ക്, നമ്മുടെ വാപ്പാക്ക് നമ്മളെക്കാൾ കൂടുതൽ സ്നേഹം അവരോടാണ് എന്നുള്ള ആരോപണമാണ് ഇവർ ഇവിടെ ഉന്നയിക്കുന്നത്. ഈ ഒരു ആയത്തിൻ്റെ ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസ് നമുക്ക് വായിക്കാം ഇൻഷാ അല്ലാഹ്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവൻ്റെ പിതാവ് അവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കൊണ്ടുവന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ സമ്പത്തിൽ നിന്ന് നുഅ്മാനിന് ഇത്തരമൊരു ദാനം നൽകിയിരിക്കുന്നു, അതിന് താങ്കൾ സാക്ഷിയാകണം. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചു ആ മകന്. അപ്പോൾ അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് കൈമാറുമ്പോൾ അതിന് സാക്ഷിയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെന്നായിരുന്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുவோட വാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ നിൻ്റെ എല്ലാ മക്കൾക്കും ഇതുപോലെ തന്നെയാണോ നൽകിയിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇതിന് എൻ്റെ പുറമെ മറ്റേ ആരെയെങ്കിലും സാക്ഷിയാക്കുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിൻ്റെ എല്ലാ മക്കളും
നിന്നെ ഒരുപോലെ ആദരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയെങ്കിൽ നീ ഇത് ചെയ്യരുത്. ഈ ഹദീസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? നമ്മളുടെ ദീനിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് മക്കൾക്കിടയിൽ ആ ഒരു തുല്യത പാലിക്കൽ, അല്ലേ? നമ്മുടെ ശരീഅത്തിൽ മക്കളെ ഭൗതിക കാര്യങ്ങളെ ഒരുപോലെ പരിഗണിക്കണം. ഒരു മകനും അല്ലെങ്കിൽ ഒരു മകനെയും ഒരു മകളെയോ ഒന്നും മറ്റൊരാളേക്കാൾ സമ്പത്തോ ദാനമോ സമ്മാനമോ മുതലായവയിൽ മുൻഗണന നൽകാൻ പാടില്ല. അവർക്കിടയിൽ എന്താണോ നൽകുന്നത്, അത് നമ്മളൊരു ഉമ്മ ആണെങ്കിൽ പോലും ഒരു കിസ് അല്ലെങ്കിൽ ഒരു ഹഗ് അല്ലെങ്കിൽ അവർക്ക് ഒരു തല തടവുക, അങ്ങനെ ചെറിയ വളരെ സ്മോൾ ഒരു വേ ഓഫ് എക്സ്പ്രസിങ് അവർ ലവ്. പ്രവൃത്തിയിൽ വരുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ സൂക്ഷ്മത പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. അപ്പോൾ അതൊരു ഇത്തരം ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളത് പുലർത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് അവർ ഒരുമിച്ചൊരു ഗ്യാതറിങ്ങിലിരിക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഒരു കുട്ടിക്ക് മാത്രം ഉമ്മ കൊടുക്കുക, ഒരു കുട്ടീനോട് മാത്രം സലാം ചെല്ലുക, ചിരിച്ച് കാണിക്കുക, അങ്ങനെയൊന്നും പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അഖീദ വിഷയമാണ്. അതുകൊണ്ടാണ് സഹോദരന്മാർ യാക്കൂബ് അലൈഹിസ്സലാമിന് യൂസുഫ് അലൈഹിസ്സലാമിനെയും അവൻ്റെ സഹോദരനെയും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് മാത്രമേ ആരോപിച്ചിട്ടുള്ളൂ, അല്ലേ? ഈ ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്നേഹം എന്ന ഒരു വികാരം അത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഒരു വികാരമാണ്. അതിൽ മനുഷ്യന് പൂർണ്ണ നിയന്ത്രണമില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ മക്കളിൽ ഒരാളെ കൂടുതലായി സ്നേഹിക്കുന്നതിനായി അള്ളാഹു മനുഷ്യനെ കണക്കെടുപ്പിന് വിധേയനാക്കുന്നില്ല. അത്തരമൊരു ബുദ്ധിമുട്ടും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. കാരണം ഇത് നമ്മുടെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ഒരു കാര്യമാണ് ഈ ഒരാളോട് തോന്നുന്ന സ്നേഹം. അതൊരു റിസ്ക്കാണത്, അല്ലേ? അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും വളരെയധികം കെയർഫുള്ളായിട്ട് മാനേജ് ചെയ്യേണ്ട അല്ലെങ്കിൽ കെയർഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതിനകത്ത് നമ്മൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമ്മുടെ മക്കൾക്കിടയിൽ ആ ഒരു അസൂയയും അവർക്ക് തമ്മിലുള്ളൊരു ഇഷ്ടക്കേടും അവർ തമ്മിലുള്ള ആ വഴക്കും കാര്യങ്ങൾക്കൊക്കെ കാരണക്കാർ നമ്മളായി ഒരിക്കലും തീരരുത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നമ്മുടെ മക്കൾക്കിടയിൽ ആ ഒരു ബന്ധം വേണം, എന്നും എക്കാലവും അവർ ഒരുമിച്ച് നിൽക്കണം, അവർ തമ്മിലൊരു സ്നേഹം വേണം എന്നൊക്കെ, അല്ലേ? അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കുട്ടിയെ വേറൊരു കുട്ടിയേക്കാൾ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ വേറൊരു കുട്ടിയെ നമ്മുടെ മക്കളിൽ തന്നെ ഒരു കുട്ടിയെ വേറെ കുട്ടിയോട് അവരുടെ കുറ്റം പറയുക, അവരെ താഴ്ത്തി പറയുക. ഇതൊന്നും ചെയ്യാതെ ഇരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീക്ക് നമ്മൾക്ക് റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. കാരണം നമ്മൾ നമ്മുടെ സംസാരത്തിലും കോൺവെർസേഷനിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. ചെറിയ ചില വാക്കുകളായിരിക്കും വലിയ മുറിവുകളും വലിയ ബുദ്ധിമുട്ടുകളും വലിയ വലിയ പ്രശ്നത്തിലേക്ക് അത് എത്തിക്കുകയും ചെയ്യണത്. അത്തരം സിറ്റുവേഷനിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിനായിട്ടുള്ള സൂക്ഷ്മത പാലിക്കാനും നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം ഒരു വലിയൊരു പാഠമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്, മക്കൾക്കിടയിലുള്ള ആ ഒരു തുല്യത. ആ ആയത്തിനെ തുടർച്ചയായിട്ട് അവരെന്താ പറയണേ? ഇദ് ഖാലൂ ല യൂസുഫ് വ അഖൂഹു അഹബ്ബ ഇലാ അബീന മിന്ന നഹ്നു ഉസ്ബത്തുൻ. അവരെന്താ പറയുന്നത് അവരെക്കുറിച്ച്? നമ്മളാകട്ടെ ആരാണ്? ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയ ഒരു സംഘമായിരിക്കെ. ഉസ്ബത്തുൻ, ഇവിടെ സംഘം എന്നതിനായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഉസ്ബത്തുൻ എന്നാണ്. അത് വലിയ എണ്ണം എന്നർത്ഥം നൽകുന്നു. ഉസ്ബത്തിൻ്റെ വേർഡ് അനാലിസിസ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ചെയ്യാം. അവർ 10 സഹോദരന്മാരായിരുന്നു, അല്ലേ? നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ പൂർണ്ണ സഹോദരനായ ബെന്യാമിനും വളരെ കുഞ്ഞു മക്കളായിരുന്നു. അവരാണെങ്കിൽ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്കെതിരെ നോക്കുമ്പോഴോ ഇവർ 10 മക്കൾ, അതും എല്ലാവരും ഒരുവിധം പ്രായപൂർത്തിയെത്തിയ ശക്തരായ വളരെ യുവത്വത്തിൻ്റെ ആ ഒരു പ്രൈം സ്റ്റേജിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള 10 പേർ, അല്ലേ? അവരുടെ സംഖ്യാബലം ഉപയോഗിച്ച് ചെറുതാക്കി കാണിക്കാനാണ് അവർ ഈ ഒരു പദം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ശ്രമിച്ചത്.
അപ്പോൾ അവരെന്താ ഇവിടെ പറയുന്നത്, ഞങ്ങൾ പ്രായത്തിൽ മുതിർന്നവരാണ്, യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കൂടുതൽ ഉപകാരപ്രദവുമാണല്ലേ. എന്നിട്ടും വാപ്പാക്ക് എന്താണ് ഞങ്ങളെക്കാൾ ഇവരോട് ഇത്ര സ്നേഹം എന്നാണ് ഇവരുടെ ഈ ഒരു ചോദ്യം ഇവിടെ വരുന്നത്. നമുക്ക് ഉസ്ബത്തുൻ എന്ന വാക്കിനെ ഒന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നും കൂടി കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഉസ്ബത്തുൻ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് ഐൻ സ്വബ, അസ്വബ എന്ന മൂലപദത്തിൽ നിന്നാണ്. അസ്വബ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക, ഉറപ്പിക്കുക, ചേർത്ത് ബന്ധിപ്പിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് അസ്വബ. ഇവിടെ ഉസ്ബത്തുൻ പരസ്പരം ശക്തമായി ബന്ധിപ്പിക്കപ്പെട്ട ഒരു സംഘം, ഐക്യത്തോടെ നിൽക്കുന്ന, തമ്മിൽ പിന്തുണ നൽകുന്ന ഒരു വലിയ കൂട്ടം. ഇപ്പം നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ബൗണ്ട് ചെയ്തേക്കണം, നമ്മൾ ആരെങ്കിലും തൊട്ടാൽ നീ അറിയും എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം, ശക്തരായ ഒരു സംഘം, ഒരു ആൾക്കാർ. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത് 3 മുതൽ 10 വരെ അല്ലെങ്കിൽ 10ൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുന്ന ഒരു ശക്തമായ സംഘത്തെയാണ് ഉസ്ബ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉസ്ബത്തുൻ എന്ന പദം ഉപയോഗിച്ചത് സഹോദരന്മാർ അവരുടെ ആ ഒരു എണ്ണത്തിനെയും ആ ഒരു ശക്തിയെയും ആ ഒരു ഐക്യത്തെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പദം ഉപയോഗിക്കുന്നത്. അവരെല്ലാ രീതിയിലും മുതിർന്നവരായിരുന്നു അല്ലേ. അതുമാത്രമല്ല ജോലി ഭാരങ്ങളായാലും എല്ലാത്തിനും കഴിവുള്ള ശക്തരായ പക്വത എത്തിയ മക്കളായിരുന്നു. അതേസമയം യൂസുഫ് അലൈഹിസ്സലാം, ബിന്യാമിനോ അവർ പ്രായത്തിലും ചെറുപ്പക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള പ്രാപ്തിയായിട്ടും ഉണ്ടായിരുന്നില്ല. അവരിവിടെ അവരുടെ സംഘം അല്ലെങ്കിൽ അവരുടെ എണ്ണം സൂചിപ്പിക്കാൻ മാത്രമല്ല ഉസ്ബത്തുൻ എന്ന പദം ഉപയോഗിക്കുന്നത്. അവരതിൽ വളരെയധികം പ്രൗഡായിരുന്നു അല്ലേ. മറിച്ച് ആ ഒരു ശക്തിയിൽ അവർ ആശ്രയിക്കുന്ന ഒരു അഭിമാനം അതും കൂടി പ്രൊജക്റ്റ് ചെയ്യാനാണ് ഈ ഉസ്ബത്തുൻ എന്ന പദം ഇവിടെ ഉപയോഗിക്കുന്നത്. വേറൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ ഈ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെയും സഹോദരന്മാരുടെയൊക്കെ കഥ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർക്ക് ഈ ഗോത്രം, ട്രൈബ്സ് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ട്രൈബ്സ് എങ്ങനെയാണ് വളരുക, അവർക്ക് കൂടുതൽ അവർക്കിടയിൽ ആൺമക്കൾ ഉണ്ടാകുമ്പോൾ അവർക്കത് ഭയങ്കര ഒരു പ്രൗഡിയായിരുന്നു, ഭയങ്കര ഗ്രേറ്റ് ബ്ലെസ്സിങ് ആയിട്ടായിരുന്നു അവർ കാണുന്നത്. അപ്പോൾ ഇതുപോലെ 10 ആൺമക്കളൊക്കെ ഒരുമിച്ചുണ്ടാവുക, വളരെ ഏകദേശം ഒരേ പ്രായം വരുന്ന 10 മക്കൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹവും ഭയങ്കര ഒരു പ്രൗഡ് ഫാക്ടറും കൂടിയായിരുന്നു. അപ്പോൾ അതെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹമായിട്ടും ഞങ്ങൾ ഇത്തരം എല്ലാത്തിനും അവരെ സംരക്ഷിക്കാനും കൂടെ നിൽക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒരുമിച്ച് നിൽക്കുന്ന എല്ലാം പ്രാപ്തിയുള്ള 10 മക്കൾ അല്ലേ. അപ്പം ആ ഒരു പ്രൗഡ്നെസ്സും കൂടി അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലും ഈ ഒരു ഉസ്ബത്തിന്, ആ ഒരു ആൺമക്കൾ പ്രത്യേകിച്ചും ഇത്രയും എണ്ണത്തിലുള്ള ആൺമക്കളൊക്കെ ഒരുമിച്ചുണ്ടാകുന്നുള്ള വലിയൊരു അനുഗ്രഹവും വലിയൊരു പ്രൈഡിൻ്റെ ഭാഗം കൂടിയായിരുന്നു. ഇവിടെ ഈ സഹോദരന്മാർ വനഹ്നു ഉസ്ബത്തുൻ എന്ന് പറയുമ്പോൾ അവർ സ്വന്തം എണ്ണവും ശക്തി, ഐക്യം ഇവയെല്ലാം തന്നെ അവകാശബോധത്തോടെയും അഹങ്കാരത്തോടെയും കൂടിയാണ് പറഞ്ഞത് അല്ലേ. ഞങ്ങളൊരു സംഘമല്ലേ, ഞങ്ങളാണ് കൂടുതൽ അർഹരെന്നുള്ള ഒരു രീതിയിൽ. ഈ സംഘശക്തി നന്മയിലേക്കോ തിന്മയിലേക്കോ നമ്മളെ നയിക്കും അല്ലേ. നമ്മൾ ഏത് സംഘത്തിൻ്റെ കൂടെയാണോ നിൽക്കുന്നത് അതനുസരിച്ചിരിക്കും നമ്മുടെ ഭാവി എന്തായി തീരുമെന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു കൂട്ടുകെട്ടിൽ പെടുമ്പോൾ. അപ്പോൾ നമുക്ക് ഇസ്ലാമിൽ എന്താ പഠിക്കുന്നത്, ഒരു സംഘശക്തി സ്വതവേ നല്ലതോ ചീത്തതോ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി കനോട്ട് ഡിസൈഡ്. നമുക്ക് വെറുതെ ഒരു സംഘമായതുകൊണ്ട് നമുക്ക് അതിനകത്ത് ശക്തി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അവരെന്താണ് ഫോളോ ചെയ്യുന്നത്, അപ്പോൾ അവരെന്താണ്, ആ സംഘത്തിൻ്റെ നിലപാടെന്താണ്,
ഏത് ദിശയിലേക്കാണ് അത് നിൽക്കുന്നത്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ എന്തായിരിക്കും ആ ഒരു നമ്മുടെ എൻഡ് റിസൾട്ട് എന്ന് നിർണ്ണയിക്കാനായിട്ട്. ഈ ഒരു ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ ഈ സംഘത്തിന് ശക്തിയും എണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ സംസാരിക്കുന്ന ആ ഒരു വിഷയം അല്ലേ, അത് അസൂയയിൽ നിന്നുണ്ടായ ഒരു സംഭാഷണമാണ്. അവരുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ ഒരു അസൂയ, അത് സഹിക്കാൻ പറ്റില്ലാതെ അത് വാക്കായിട്ട് പുറത്തേക്ക് വരികയും അവരുടെ ഇടയിൽ ആ ഒരു വിഷയം സംസാരിക്കുകയുണ്ടായും ഒക്കെ വരുന്ന ആ ഒരു റിഫ്ലക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു വ്യക്തി തെറ്റിലായാലും കൂട്ടത്തിലായാൽ അവൻ്റെ തെറ്റ് ന്യായീകരിക്കപ്പെടുന്നു. ഇപ്പം നമ്മൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ചില സമയത്ത് നമ്മൾ ഒറ്റക്കാണ് ഒരു തെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒറ്റക്കാണ് അങ്ങനത്തെ ഒരു സംശയം തോന്നുക, അസൂയ തോന്നുകയെങ്കിൽ അത് നമുക്ക് കുറച്ച് നമ്മുടെ മനസ്സിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് തോന്നലാണ്, നമുക്കതിൽ നിന്ന് മാറാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു എന്തെങ്കിലും തെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കതിന് ആ ഒരു ഫുൾ മോട്ടിവേഷൻ കിട്ടണമെന്നില്ല. പക്ഷെ ഒരു ഗ്രൂപ്പിലാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം, നമ്മുടെ തെറ്റിനെല്ലാം ശരിയാക്കി കാണിക്കുകയും അതൊക്കെ സാധാരണമായി കാണിക്കുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ നിന്നിട്ടാണ് നമ്മൾ ആ തെറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കൂടുതൽ ഈസി ആവും, അതിന് കൂടുതൽ എഫക്റ്റും വരും. കാരണം നമുക്ക് പിന്തുണ നൽകാനായിട്ട് കുറേ പേരുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഒരു മനുഷ്യൻ തൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ ദീനിലാണ് അല്ലേ. പക്ഷെ നമ്മൾ ആരെയാണോ നമ്മുടെ പങ്കാളിയായിട്ട്, നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട്, ഒരു കമ്പാനിയനായിട്ട്, ഒരു സുഹൃത്തായിട്ട് കൂടെ കൂട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആരുടെ കൂടെയാണോ കൂടുതൽ ടൈം ചിലവഴിക്കുന്നത് അയാളുടെ ദീനിലാണ് നമ്മൾ. കാരണം കുറേ നേരം നമ്മൾ ആരുടെ കൂടെയാണോ ടൈം സ്പെൻഡ് ചെയ്യണത് സ്വാഭാവികമായിട്ടും അവരുടെ വിശ്വാസത്തിലും അവരുടെ ആ ഒരു ക്വാളിറ്റീസും ക്യാരക്ടർ ട്രെയ്റ്റ്സും അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന പോലെ നമ്മുടെ ചിന്തകളും ഏകദേശം ആ ഒരു റൂട്ടിലാവും അല്ലേ. നമുക്കത് സ്വാഭാവികമായിട്ടുള്ളൊരു മനുഷ്യൻ്റെ രീതിയാണത്. നമ്മൾ ആരുടെ കൂടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് അവരുടെ രീതിയിലേക്ക് നമ്മൾ കുറേയൊക്കെ ആയിത്തീരും. കൂട്ടായ്മകളും സംഘം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പലതരം ഉണ്ടല്ലേ. ഇപ്പോൾ ദീൻ പഠിക്കണ, നമുക്ക് ദീനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ പഠിക്കുമ്പോഴൊക്കെ ഉള്ള കുറച്ച് കൂട്ടം ഫ്രണ്ട്സ് ഇപ്പം നമ്മളിവിടെ കൂടി ചേർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതൊരു സദസ്സാണ്, പക്ഷേ അതിനേക്കാളൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് അല്ലേ ഉണ്ടാവുകയാണ്. നമുക്ക് ദീനീ കാര്യങ്ങളിലേക്ക് പറഞ്ഞു തരാനും, അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകൾ ഒരുമിച്ച് പോവുക, അറ്റൻഡ് ചെയ്യുക, അതിനെപ്പറ്റി വിഷയങ്ങൾ സംസാരിക്കുക. അപ്പോൾ ആ ഒരു ദീൻ പഠന സംഘം അല്ലേ. അപ്പോൾ നമുക്കൊരു മടി ഉണ്ടാവുകയാണ്, നമ്മുടെ നഫ്സ് തന്നെ നമ്മളെ പിന്നോട്ട് വലിക്കുകയാണെങ്കിലും ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് നമ്മളെ റിമൈൻഡേഴ്സ് നൽകും, അല്ലെങ്കിൽ നല്ലതിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരസ്പരം നമുക്കതൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാവും അല്ലേ. പക്ഷെ നമുക്കൊരു ചീത്ത സംസാരം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ട്, ചീത്ത എന്ന് പറയുമ്പോൾ നമുക്കത് എല്ലാ രീതിയിലും ചീത്ത എന്നല്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അറിവില്ലായ്മ കൊണ്ട് പറ്റുന്ന പ്രശ്നങ്ങളുമാണ് കൂടുതലും. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുക, അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുക, ഭർത്താവിൻ്റെ ഇടയിൽ നിന്നുള്ള ബുദ്ധിമുട്ടായാലും, നമ്മുടെ ഇൻലോസിൽ നിന്നുള്ള ബുദ്ധിമുട്ടായാലും, സ്വന്തം പേരൻസും സിബിലിങ്സിൽ നിന്നായാലും, മക്കളിൽ നിന്നായാലും ഒക്കെ ഉള്ള അവരുടെയും ഇവരുടെയും എല്ലാവരുടെയും കുറ്റങ്ങളും കുറവുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കൂട്ടായ്മ, ഇറ്റ്സ് കോൾഡ് ഗോസിപ്പ്, ഗീബത്ത് എന്ന് പറയും. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതിന് തുടർച്ചയായിട്ട് കാണാൻ കഴിയുന്ന കാര്യം, നമ്മൾ ഈ സഹോദരന്മാർ സംസാരിക്കുന്ന ഗീബത്തിൽ പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒരാളില്ലാത്ത സമയത്ത് അവരെക്കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലായിരിക്കാം എന്ന് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അത് തെറ്റായാലും ശരിയായാലും, തെറ്റായാൽ അത് സത്യമല്ല നമ്മൾ പറയണമെങ്കിൽ അത് അതിലേറെ ഗുരുതരമായി തീരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒറ്റക്കാണെങ്കിൽ നമ്മൾ ചിലപ്പം അതിൽ നിന്ന് കൊഴിഞ്ഞു നിന്നേക്കാം. പക്ഷെ നമുക്ക് നമ്മളെ ക്ലോസ് നെറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മളിത് പറയണമെങ്കിൽ വി വിൽ സ്റ്റേ ആൻഡ് ലിസൺ അല്ലേ. ആദ്യമൊക്കെ ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കും, കുറേ കഴിയുമ്പോൾ നമ്മളും അതുപോലെ ആവും, നമുക്കും ഇൻട്രസ്റ്റഡ് ആവും അവരുടെ ആ ഒരു സംസാരത്തിലും, അല്ലെങ്കിൽ നമുക്കും കുറച്ച് കോൺട്രിബ്യൂഷൻ നമ്മളും കൊടുക്കും.
അപ്പോൾ ഇതാണ് ഈ ഒരു സംഘത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻസ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാ രീതിയിലും നമ്മളതൊരു വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ഒരു മോബ് മെൻറ്റാലിറ്റി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ചില ആൾക്കാർ ഓരോ കൾട്ടുകളിൽ പെട്ടു പോകുക എന്നൊക്കെ പറയില്ലേ, വളരെ ബ്ലൈൻഡായിട്ട് ഒരു സംഘത്തെ അങ്ങോട്ട് ഫോളോ ചെയ്യും. അപ്പോൾ എന്താ പറ്റുക, ഇതാണ് ശരി എന്നുള്ള രീതിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു കൾട്ടായിട്ട് ഞാൻ പറയണേ, കുറച്ചും കൂടി ബിഗർ പിക്ചർ, വലിയൊരു സംഘത്തിനെ നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ എല്ലാ രീതിയിലും സ്വാധീനിപ്പിച്ചെടുക്കും അവർ. നമ്മളെ ഫുൾ ബ്രെയിൻ വാഷ് ചെയ്ത് നമ്മുടെ മൈൻഡെല്ലാം ഇങ്ങനെ അവരെന്ത് പറയുന്നു അതെല്ലാം ശരി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ശേഷി നഷ്ടപ്പെടുകയാണ് അതിലൂടെ. അപ്പോൾ ചില സമയത്ത് നമുക്ക് അവർ പറയുന്ന കാര്യത്തിൽ നമ്മളത് യോജിക്കുന്നില്ലെങ്കിൽ പോലും നമുക്കതിനെതിരെ പറയാനുള്ള ഒരു ശക്തിയോ കഴിവോ നമുക്കവിടെ നഷ്ടപ്പെടാണ്. കാരണം നമ്മളങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മളിലേക്ക് അവർ ഫോക്കസ് വരും. കാരണം അവരെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ആ ഒരു ഓക്വേർഡ്നെസ് അവോയ്ഡ് ചെയ്യാൻ തന്നെയായിട്ട് നമ്മൾ അവരെന്ത് പറയുന്നു ചെയ്യുന്നു അതൊക്കെ നമ്മളും ചെയ്യുക, അതിനൊക്കെ നമ്മളും ആ ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കും. അതാണ് കുറേ കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അത്തരം ഒരു ഗ്രൂപ്പിൽ പെട്ടുപോകുമ്പോൾ ചെയ്യുന്നത് എന്താണ്, ചിന്തിക്കുന്നത് എന്താണ് എന്നൊന്നും അറിയില്ലാത്ത വിധം ഒരാളെ മാറ്റിക്കളയുന്ന ഒരു എഫക്റ്റാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അവർ സ്വന്തം ന്യായീകരിക്കുകയും ചെയ്യും. അവർക്ക് ആ കുറ്റകൃത്യങ്ങളൊന്നും അത്ര വലിയ തെറ്റായിട്ട് തോന്നുകയുമില്ല. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ശക്തി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു സംഘത്തിൽ പെടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് നമുക്ക്. അത് കഴിഞ്ഞവർ തുടർച്ചയായിട്ട് എന്താ പറയണേ, ഇന്ന അബാന ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും യാതൊരു സംശയവുമില്ലാതെ നമ്മുടെ വാപ്പ, നമ്മുടെ പിതാവ് വ്യക്തമായും ഗുരുതരമായും ഒരു തെറ്റിൽപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയിരിക്കുന്നു, വഴിപിഴവിലായിരിക്കുന്നു. ഇവിടെ ളലാലി മുബീൻ എന്നുള്ള പദം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ളലാൽ എന്നുള്ള വാക്ക് ഉത്ഭവിക്കുന്നത് ളലാല എന്ന മൂലപദത്തിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന അർത്ഥങ്ങൾ എന്താണ്? വഴിതെറ്റുക, ലക്ഷ്യം തെറ്റിപ്പോവുക, സത്യമാർഗത്തിൽ നിന്ന് മാറിപ്പോവുക, ബോധപൂർവമോ അറിയില്ലായ്മ കൊണ്ടോ ഉണ്ടായൊരു തെറ്റായ നിലപാട് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ളലാൽ എന്ന ഭാഷാപരമായ സൂചന എന്താണ്? ഒരിക്കൽ സംഭവിച്ച ചെറിയ തെറ്റല്ല, മറിച്ച് വഴിതെറ്റിയ ഒരു അവസ്ഥ, ശരിയായ ദിശ നഷ്ടപ്പെട്ട ഒരവസ്ഥ, വ്യക്തമായ ഒരു വഴിതെറ്റൽ അല്ലേ, തുറന്ന് പ്രകടവുമായ തെറ്റ്, സംശയമില്ലാത്ത നിലയിലുള്ള ഒരു തെറ്റായ നിലപാട്. മുബീൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് മുമ്പുള്ള ക്ലാസ്സുകളിൽ. മുബീൻ എന്ന് പറഞ്ഞാൽ വാക്ക് ബൈന, ബയന അല്ലെങ്കിൽ ബയനൂൻ എന്നുള്ള ബൈന എന്ന് വരുന്ന മൂലപദത്തിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? വ്യക്തമായ അല്ലെങ്കിൽ തുറന്നു കാണാവുന്ന, സംശയമില്ലാത്ത വിധം, മറച്ചു വയ്ക്കാത്ത വിധം തെറ്റ് അല്ലേ, ഒളിഞ്ഞതല്ലാത്ത, വിശദീകരണം ആവശ്യമില്ലാത്തത്ര വ്യക്തത ഉള്ള ഒരു കാര്യം, അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ മുബീൻ എന്നുള്ള വാക്ക്. അപ്പോൾ ഇവർ ഈ ളലാലി മുബീൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഉറപ്പാണ് ഈ കാര്യത്തിൽ യാക്കൂബ് അലൈഹിസ്സലാമിന് തെറ്റ് പറ്റി എന്നുള്ളത് അവർക്ക് യാതൊരു സംശയവുമില്ല, അത് പൂർണ്ണമായും വ്യക്തമാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന അബാന ലഫീ ളലാലി മുബീൻ, നമ്മുടെ പിതാവ് വ്യക്തമായ തെറ്റിലാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇന്ന എന്നുള്ള പദം ഉപയോഗിച്ചാണ് അല്ലേ. ആ ഒരു ലാമു തൗക്കീദിന് പോലെ തന്നെയുള്ള വാചകമാണ് ഇന്നയും. നമുക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ, ശക്തമായ ഒരു എംഫസിസ് നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദം തന്നെയാണ് ഇന്നായും. ഓക്കെ, ഇന്ന തീർച്ചയായും യാതൊരു സംശയവുമില്ലാതെ
നമ്മുടെ പിതാവ് ഗുരുതരമായ ഒരു തെറ്റിലായിരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിലകപ്പെട്ടിരിക്കുന്നു. യാക്കൂബ് അലൈഹിസ്സലാം ഒരു പ്രവാചകനായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവരുടെ പിതാവാണ് തീർച്ചയായിട്ടും. അതിലുപരി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രവാചകൻ കൂടിയായിരുന്നു യാക്കൂബ് അലൈഹിസ്സലാം. അപ്പോൾ ഇവരിവിടെ ഈ വലാലി മുബീൻ എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് തെറ്റിപ്പോയി, അല്ലെങ്കിൽ വഴിപിഴവിൽ പെട്ടുപോയി, വഴികേടിലായിപ്പോയി എന്നൊക്കെ പറയുന്നത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ പറയുന്ന ആ വാക്ക് ഇസ്ലാമിലുള്ള വിശ്വാസത്തിൽ തെറ്റിപ്പോയി എന്നൊരിക്കലും വരുന്നില്ല. അവരും ഇവിടെ ആ ഒരു ആരോപണം അല്ല നൽകുന്നത് അല്ലേ, മറിച്ച് യൂസുഫിനോടും ബിന്യാമിനോടും കാണിച്ച കൂടുതൽ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണ് യാക്കൂബ് അലൈഹിസ്സലാം വാപ്പ തെറ്റിലായി പോയത് എന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ദീനിൻ്റെ കാര്യത്തിൽ വഴിതെറ്റിപ്പോയി വഴികേടിലായിപ്പോയി എന്നൊരിക്കലും അല്ല ഇവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിട്ട് പോലും നമ്മളോടാണ് കൂടുതൽ സ്നേഹം കാണിക്കേണ്ടത്, നമ്മളെയാണ് കൂടുതൽ കെയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു മുൻഗണന നൽകേണ്ടത്. എന്നിട്ട് പോലും നമ്മുടെ വാപ്പാക്ക് ആ കാര്യത്തിൽ തെറ്റ് പറ്റിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളെ ഉടൻ ബോധ്യപ്പെടുത്തുന്ന വേറെ കാര്യം. യൂസുഫ് അലൈഹിസ്സലാമിനെ പോലെ ധാർമ്മികതയും നന്മയും സഹോദരന്മാർക്കുണ്ടായിരുന്നില്ല. അല്ലായിരുന്നെങ്കിൽ അവർ ഒരിക്കലും ഒരു പ്രവാചകനായ പിതാവിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു വാക്കുകൾ ഉപയോഗിക്കുകയുണ്ടായിരുന്നില്ല അല്ലേ. ഇവിടെ നിന്ന് മറ്റൊരു യാഥാർത്ഥ്യവും നമുക്ക് വ്യക്തമാവുകയാണ് അല്ലേ. ഒരു പിതാവിൻ്റെ ഹൃദയം കൂടുതൽ സൽഗുണങ്ങളുള്ള ധാർമ്മികരായ മക്കളോടാണ് സ്വാഭാവികമായിട്ടും കൂടുതൽ ചായുന്നത്. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരുടെ ഹൃദയത്തിൽ അസൂയ പിറക്കാനുള്ള ഒരു കാരണമായി തീർന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഇവർ സംസാരിക്കുന്ന ആ ഒരു കോൺവെർസേഷനിൽ തന്നെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ആദ്യം യൂസുഫ് അലൈഹിസ്സലാമും യാക്കൂബ് അലൈഹിസ്സലാമും തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ യൂസുഫ് അലൈഹിസ്സലാം വാപ്പാനെ വിളിക്കുന്നത് യാ അബത്തി എന്നാണ്. ആ ഒരു യാ അബത്തി, അവിടെ ആ താൻ്റെ ഇമ്പോർട്ടൻസ് ആ ഒരു വാക്കിൽ വരുമ്പോൾ എത്രത്തോളം യൂസുഫ് അലൈഹിസ്സലാമിന് യാക്കൂബ് അലൈഹിസ്സലാമിനോട് സ്നേഹമുണ്ടെന്ന്, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ഉണ്ടെന്ന്, അവർ തമ്മിലുള്ള അടുപ്പവും ആ ഒരു വളരെയധികം സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടു കൂടിയുള്ള ആ ഒരു വിളി, അതിൽ തന്നെ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ക്യാരക്ടറും അവർ തമ്മിലുള്ള ബന്ധവും എല്ലാം റിഫ്ലക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഇന്ന അബാന എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇറ്റ് ഡയറക്റ്റ്ലി മീൻസ് ആർ ഫാദർ. പക്ഷെ അതിനകത്തൊരു കൂടുതൽ സ്നേഹമോ അവർ തമ്മിലുള്ളൊരു അടുപ്പമോ കൂടുതൽ ബഹുമാനം കൊടുക്കുന്നതായിട്ടൊന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവർ തമ്മിലുള്ള ഒരു വാസ് ഡിഫറൻസ്, ദി വേ ദേ ടോക്ക്, അവർ എങ്ങനെയാണ് വാപ്പാനെ സമീപിക്കണേ എന്നുള്ള ആ ഒരു അവരുടെ കോൺവെർസേഷനിൽ തന്നെ റിഫ്ലക്റ്റഡ് ആണ് അവരുടെ ഹൃദയത്തിലുള്ള ഓരോ കാര്യങ്ങളും. നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അത് നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട് എന്നുള്ളത് വളരെയധികം നമ്മുടെ വാക്കിലൂടെ പ്രതിഫലിക്കും. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, അവരെന്തായി ചെയ്യുന്നത്, അവരെ വാപ്പാനെ പറ്റി ആരോപണം നൽകുകയാണ് അല്ലേ. അവരെ വാപ്പാനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു പ്രവാചകനായ വാപ്പ. ചെറിയ ഒരു രീതിയിലുള്ള ഇതൊന്നുമല്ല, വലിയൊരു തെറ്റ് തന്നെയാണ് അവർ ചെയ്യുന്നത്. വാപ്പാനെക്കുറിച്ച് വാപ്പ ഇല്ലാത്തവരിപ്പോൾ അവരിങ്ങനെ സംസാരിക്കുകയാണ്, വാപ്പ വലിയ തെറ്റിലാണ്. അപ്പോൾ ആ ഒരു വേ ഓഫ് ടോക്കിംഗ്, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ ആ ഒരു പ്രായത്തിൽ അവർക്കുണ്ടായിരുന്ന ആ ഒരു സമയത്തിലുള്ള ക്യാരക്ടറിലുള്ള ഡിഫോൾട്ട്. اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين. اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين. നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും കൊണ്ടുപോയി ഇട്ടേക്കണം. എന്നാൽ നിങ്ങളുടെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതിനുശേഷം നിങ്ങൾ നല്ലവരായി തീർന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക്
നല്ലവരായി മാറാം. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ നോക്കാം ഇൻഷാ അല്ലാ. ഉഖ്തുലൂ നിങ്ങൾ കൊല്ലുവിൻ, വധിക്കണം. യൂസുഫിനെ. ഇത്റഹൂഹു അല്ലെങ്കിൽ അവനെ ഇടുവിൻ, എറിഞ്ഞു കളയുവിൻ. അർദൻ വല്ല ഭൂമിയിലും. യഖ്ലുലക്കും എന്നാൽ ഒഴിവായിത്തീരുകയും നിങ്ങൾക്ക് ഒഴിവായിത്തീരുകയും ചെയ്യും, അല്ലെങ്കിൽ ഒഴിഞ്ഞു കിട്ടും. വജ്ഹു മുഖം. അബീക്കും നിങ്ങളുടെ പിതാവിൻ്റെ. വതകൂനു നിങ്ങളായിരിക്കുകയും ചെയ്യും. മിൻ ബഅദിഹി അതിനുശേഷം. ഖൗമൻ സ്വാലിഹീൻ നല്ലവരായ ഒരു ജനത, അല്ലെങ്കിൽ നമുക്ക് നല്ലവരായി തീരാം അതിനുശേഷം. എത്ര വലിയ ഗൗരവമായൊരു കാര്യമാണ്. വളരെ ഈസി ആയിട്ട്, ഒട്ടും തന്നെ ഒരു കുറ്റബോധം തോന്നാത്ത, ഒരു മടിയും തോന്നാതെ അങ്ങോട്ട് പറയുന്നതല്ലേ. അതാണ് നമ്മുടെ ഹൃദയത്തിൽ അസൂയ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. എന്ത് തെറ്റിനെയും ന്യായീകരിക്കപ്പെടും അല്ലേ. അതും ഒരു സംഘത്തിലാവുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇവരെന്തായി പറയുന്നത്? ഉഖ്തുലൂ യൂസുഫ ഔ ഇത്റഹൂഹു. അപ്പോൾ ഈ ത്വറഹു എന്നുള്ള പദം നമ്മൾ നോക്കുകയാണെങ്കിൽ ത്വറഹ എന്നുള്ള മൂലപദത്തിൽ നിന്നാണ് ഈ ത്വറഹു എന്നുള്ള പദം ഉത്ഭവിച്ചിട്ടുള്ളത്. ത്വറഹ എന്നുള്ള പദം അർത്ഥം വരുന്നത് വേണ്ടാത്ത വസ്തു പോലെ തള്ളിക്കളയാൻ, അല്ലെങ്കിൽ അവഗണനയോട് കൂടി, അല്ലെങ്കിൽ കടുത്ത ഒരു അതുപോലത്തെ മനോഭാവത്തോടു കൂടി ഒഴിവാക്കൽ. അപ്പം അവനെ തള്ളിക്കളയൂ, ഉപേക്ഷിക്കൂ, അല്ലെങ്കിൽ വലിച്ചെറിയൂ എന്നൊക്കെയാണ് ഇവിടെ അർത്ഥം വരുന്നത്. എത്ര സ്ട്രോങ് ആയിട്ടുള്ള വേർഡാണല്ലേ. അതുമാത്രമല്ല, ഇങ്ങനെ ഓരോ വേർഡ് അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അറബിക് ലാംഗ്വേജിൻ്റെ ആ ഒരു ഭംഗിയും അത് എത്രത്തോളം ഡീപ്പായിട്ടുള്ളൊരു ലാംഗ്വേജാണെന്നും നമുക്ക് എല്ലാ രീതിയിലും ഒരു വാക്കിനെ തന്നെ, നമ്മളിപ്പോൾ എറിയുക എന്നുള്ളൊരു വാക്ക് തന്നെ അതിലേറെ ഡീപ്പായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന വേറൊരു ഭാഷ തന്നെ ഈ ലോകത്തുണ്ടാവുകയില്ല. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. ഈ ത്വറഹു എന്ന് പറയുമ്പോൾ അവനെ തള്ളിക്കളയുക, വേസ്റ്റൊക്കെ എറിഞ്ഞ് കളയണ പോലെ, നമുക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം, നമുക്കൊരു ഉപകാരമില്ലാത്ത, നമുക്ക് യാതൊരു രീതിയിലും അതൊരു ശല്യം മാത്രമാവുന്ന ഒരു കാര്യത്തെ എറിഞ്ഞു കളയുക, ഉപേക്ഷിക്കുക, വലിച്ചെറിയുക എന്നൊക്കെ അർത്ഥം വരുന്നു. ഇവരെന്തേ പറയുന്നത് തമ്മിലല്ലേ. കൊന്നു കളഞ്ഞിട്ട്, അല്ലെങ്കിൽ കൊന്നു കളയാം, അല്ലെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു ഭൂമിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി എറിഞ്ഞു കളയുക. ഏതെങ്കിലും ഒരു ഭൂമിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരുടെ അടുത്തു നിന്നൊക്കെ വളരെ ദൂരെ ആയിട്ടുള്ള, ഒരിക്കലും അവരുടെ ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരില്ലാത്ത വിധം, നമുക്കറിയില്ലാത്ത ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഒഴിവാക്കി കളഞ്ഞേക്കാം. ഇനി ഒരിക്കലും അവൻ്റെ മുഖം നമ്മുടെ ജീവിതത്തിൽ കാണേണ്ട വരണ്ട എന്നുള്ള രീതിയിൽ, എല്ലാ രീതിയിലും പെർമനൻ്റായിട്ട് ഒഴിവാക്കൽ അല്ലേ. അതാണ് അവിടെ പറയുന്നത്. ഇതെല്ലാം എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്? ആ സഹോദരന്മാരുടെ അസൂയ അവരെ അകത്ത് നിന്ന് തിന്നു തുടങ്ങിയിരുന്നല്ലേ. എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളർന്ന് യൂസുഫിനെ കൊന്നു കളയാമെന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് വരെ അവരെ എത്തിക്കുകയാണ്. അവരുടെ ഈ അസൂയ അവരുടെ ചിന്താശക്തിയെ മങ്ങിപ്പെടുത്തി, അവരെ വിവേകരഹിതരാക്കി, ബുദ്ധിശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ തള്ളിവിടുകയും ചെയ്തു അല്ലേ. അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു കാര്യം. അപ്പോൾ അവരറിഞ്ഞിരുന്നില്ല അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ അസൂയ കാണിക്കുന്നത്. ആ അസൂയപ്പെടുന്ന വസ്തു, അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ തിരിഞ്ഞ് ആ ഒരു സ്വപ്നത്തെക്കുറിച്ചൊന്നും ഇവർ അറിയുന്നത് തന്നെ ഇല്ല. അറിയാതെ തന്നെയാണ് അവരുടെ ഹൃദയത്തിൽ ഇത്ര അധികം അസൂയ ഉള്ളതായിട്ട് അവർക്ക് കാണുന്നതും അവരിങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നതും എല്ലാം. അപ്പോൾ എത്രത്തോളം ഒരു മഹത്തായ ശുദ്ധമായ ഒരു കാര്യത്തോടായിരുന്നു അവർ ഈ അസൂയപ്പെടുന്നത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നില്ല. അവരെന്താണ് ഇവിടെ പറയുന്നത്? അവനെ ഒരു ദൂരദേശത്തേക്ക് തള്ളിക്കളയുക അല്ലേ. നമുക്ക് യാതൊരു രീതിയിലും ഒരു ഉപയോഗമില്ലാത്ത, കാര്യമില്ലാത്ത അവനെ നമ്മളിൽ നിന്ന് ഏറെ അകന്ന ഒരു സ്ഥലത്തേക്ക് എറിഞ്ഞു കളയുക. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഹസദിൻ്റെ അല്ലെങ്കിൽ അസൂയയുടെ ആ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ തീപ്പൊരിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അതപ്പോൾ തന്നെ കെടുത്തിക്കളയാനും അത്
എല്ലാ രീതിയിലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ നമ്മൾ വേണ്ട നടപടികൾ എടുക്കേണ്ടതാണ്. കാരണം അതല്ലാത്ത വശം എന്ത് സംഭവിക്കും? നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ അമലുകളെയും എല്ലാം പൂർണ്ണമായി കത്തിച്ച് കളയാനുള്ള ശക്തിയുള്ള ഒന്നാണ് ഹസദ് അല്ലെങ്കിൽ അസൂയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ തന്നെ അസൂയ ഒരു തീ മരവും പുല്ലും ദഹിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ കത്തിച്ച് കളയുന്നത് പോലെ അസൂയ നമ്മുടെ നല്ല പ്രവൃത്തികളെ, നമ്മുടെ സ്വാലിഹായ അമലുകളെ എല്ലാം ദഹിപ്പിച്ചു കളയും, ഇല്ലാതാക്കി കളയും ഒറ്റ നിമിഷത്തിൽ, അല്ലേ? നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഹൃദയത്തിൻ്റെ ഒരു അസുഖങ്ങളിൽപ്പെട്ട ഒരു അസുഖമാണ് ഈ ഹസദ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ബാധിച്ചിട്ടുണ്ടെന്നുള്ള സിംറ്റംസ് നമ്മളിൽ തന്നെ നമുക്ക് കാണുമ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ്, അല്ലേ? അള്ളാഹുവിൽ ശരണം തേടുക, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന്. കാരണം പിശാചിൻ്റെ ഷെയ്ത്താൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ടാണ്, ആ ഒരു ദുഷ്പ്രേരണകൾ കൊണ്ടാണ് ഈ അസൂയയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നു കയറുന്നത്, അല്ലേ? അപ്പോൾ അതിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ ശരണം തേടുക. പിന്നെ ആ ഒരു ഗ്രെയിൻ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ അതിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. കാരണം അത് നമ്മൾ ഒഴിവാക്കാത്ത പക്ഷേ എന്തുണ്ടാവുക, അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ ഹൃദയത്തെ മുഴുവനായിട്ട് കീഴ്പ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം നമ്മൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും എല്ലാം ആ ഒരു വശത്തിലൂടെ ആയിരിക്കും. നമ്മുടെ ആ ഒരു വ്യക്തിത്വത്തിനും തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനും തന്നെ നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന, വളരെ മോശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഹസദ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹസദ് എന്താണ്, അസൂയ എന്താണ് ശരിക്കും? നമ്മൾ വേറൊരാളിലൊരു അനുഗ്രഹം കാണുമ്പോൾ നമ്മൾ തുല്യരായി നിൽക്കുന്ന ആൾക്കാരാണ് നമുക്ക് കൂടുതൽ തോന്നുക, അല്ലേ? വേറെ ഏതോ ഒരു സെലിബ്രിറ്റി, ലോകത്തിൻ്റെ എവിടെ നിൽക്കുന്ന ഒരാൾ, ഏതോ ഒരു വലിയ സെലിബ്രിറ്റി അല്ലെങ്കിൽ നമുക്കറിയില്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടി, അല്ലെങ്കിൽ അവരുടെ മക്കൾ ഇന്ന നിലയിലെത്തിയെന്നോ, അല്ലെങ്കിൽ അവർക്ക് വലിയൊരു വീട് പണിതെന്നോ, അഥവാ നമുക്കങ്ങനെ എന്ത് വിഷയമല്ല അനുഗ്രഹങ്ങളായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ അവർക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല, അല്ലേ? ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ നമുക്കതിലൊന്നും ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷെ അതേസമയം നമ്മളായിട്ട് തുല്യരായിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരോ, നമ്മുടെ നെയ്ബേഴ്സോ, നമ്മുടെ സഹോദരന്മാരോ, അങ്ങനെ നമ്മളായിട്ട് ഒരേ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊരു അനുഗ്രഹം കിട്ടുന്നു, നമുക്കില്ലാത്തൊരു അനുഗ്രഹം. അങ്ങനെ കിട്ടുമ്പോൾ ആ അനുഗ്രഹം അതില്ലാതാവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ അസൂയ. അവർക്കുള്ള അനുഗ്രഹം അതില്ലാതാവണം, അതാണ് അതിലൂടെ വരുന്ന ഒരു ഷെറ്. അപ്പോൾ യെസ്, ഇറ്റ് ക്യാൻ ബി എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ, ബട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം എന്താണ്, അവർക്കുള്ളത് ഇല്ലാതാവണം, അത് അവർക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു അസൂയ വരുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന്, ശൈത്താനിൽ നിന്ന് ശരണം തേടുക. രണ്ട്, അവർക്കുള്ള അനുഗ്രഹത്തിന് ബർക്കത്ത് നൽകാനായിട്ട്, അള്ളാഹ് കൂടുതൽ അനുഗ്രഹിക്കാൻ, അവരെ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മാഷാ അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല. മാഷാ അള്ളാഹ് എൻ്റെ കൂടെ തന്നെ നമ്മൾ അല്ലാഹുമ്മ ബാരിക് അല്ലെങ്കിൽ ബാറക് അല്ലാഹു ഫീക്കും, അള്ളാഹു അതിൽ ബർക്കത്ത് നൽകട്ടെ, അവർക്ക് നിനക്കതിൽ ബർക്കത്ത് നൽകട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അത് അവർക്ക് അള്ളാഹ് അനുഗ്രഹീതമായിട്ട് തീർക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മൾ വലിയവരുടെയും അനുഗ്രഹങ്ങൾ കണ്ട് ആഗ്രഹിക്കുന്നേക്കാൾ എത്രയോ വലിയൊരു കാര്യമാണ് നമ്മുടെ എല്ലാത്തിനും കഴിവുള്ള, എല്ലാ ഖജനാവിൻ്റെയും ഉടമയായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് ചോദിച്ചൂടെ, നമുക്ക് അതിനേക്കാൾ ഭംഗിയുള്ള അനുഗ്രഹങ്ങൾ റബ്ബേ എനിക്കും നൽകണേ എന്ന്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കണം എപ്പോഴും. നമ്മുടെ റബ്ബിന് നമുക്ക് എന്ത് ചോദിച്ചാലും എന്ത് ആഗ്രഹിച്ചാലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിച്ചാൽ നൽകാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. അപ്പോൾ ആ റബ്ബിരിക്ക് നമ്മൾ എന്തിനാണ് വേറൊരാളുടെ അനുഗ്രഹം കണ്ട് അത് ഇല്ലാതാവാൻ, അതിൽ ആസ്വാദനം കണ്ടെത്തേണ്ട ആവശ്യമല്ലേ? അപ്പോൾ അതിനേക്കാൾ ഭംഗിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കാനും നമുക്ക് അതിനേക്കാൾ ഭംഗിയുള്ള അനുഗ്രഹങ്ങൾ നൽകാനുമായിട്ട് അള്ളാഹുവിനോട് അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളിതും പ്രാർത്ഥിക്കുക. അവർക്ക് നമ്മൾ ബർക്കത്ത് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ അതിൻ്റെ അർത്ഥം വരുന്നത്? അവർക്കതിൽ വർധനവ് നൽകണമെന്നാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ച് നടക്കുക മാത്രമല്ല, ആ അനുഗ്രഹത്തിലൊരു വർധനവ്, അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഷെറില്ല, അസൂയയിൽ നിന്ന് വരുന്ന ആ ഒരു ഷെറ് അതില്ലാണ്ടാവുകയാണ് ആ ഒരു അവസ്ഥയിൽ.
അപ്പോൾ അതാണ് നമ്മൾ ഇങ്ങനത്തെ അവസ്ഥയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഹൃദയത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അസൂയയൊക്കെ തോന്നുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലേ, നമ്മുടെ ഹൃദയം നമുക്ക് ആ ഒരു സിഗ്നൽ തരും, ഇങ്ങനത്തെ ഒരു കാര്യം നിൻ്റെ ഹൃദയത്തിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ആ ഒരു കുത്തൽ ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോഴേ നമ്മളത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക. പിന്നെ അസൂയ തോന്നേണ്ട സന്ദർഭങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മൾ മനുഷ്യരാണ്, നമുക്കത് നോർമലായിട്ടുള്ളൊരു ഫീലിംഗാണ്. പക്ഷെ അത് സൂക്ഷിക്കേണ്ട കാര്യം നമ്മൾ വിശ്വാസികൾ പ്രത്യേകിച്ചും ഒരു എഫേർട്ട് എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ അമലുകൾ മാത്രമല്ല നമ്മുടെ ചിന്താശേഷിയും എല്ലാം അത് ആകെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ തന്നെ, അസൂയ തോന്നുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ അതിനെ നശിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ശൈത്താന് പ്രവർത്തിക്കാനുള്ള വെരി ഫെർട്ടൈൽ ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. അത് വളരെയധികം ഒരു സ്ട്രോങ് പോയിൻ്റാണ് ശൈത്താനെ നമുക്ക് ദുഷ്പ്രേരണകൾ ഉണ്ടാക്കാനും ദുർമാർഗത്തിലേക്ക് നയിക്കാനും ഒരുപാട് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വസ്വാസുകൾ ഉണ്ടാക്കിയിട്ട് തന്ന് നമ്മളെ നശിപ്പിക്കാനുള്ള വലിയൊരു നല്ലൊരു ചാൻസാണത്. അപ്പോൾ അത് നമ്മൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ ആയത്തിന് തുടർച്ചയായിട്ട് അവരെന്താ പറയുന്നത്? യഹ്ലുലക്കും വജുഹു അബീക്കും. എന്തിനാണ് ഇവരിതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ കൊന്നു കളയാമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ദൂരപ്രദേശത്തേക്ക് എറിഞ്ഞു കളഞ്ഞേക്കാം എന്നൊക്കെ ഇവരെന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിക്കുന്നത്? എങ്കിൽ നിങ്ങളുടെ പിതാവിൻ്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും അല്ലേ എന്ന് പറഞ്ഞാൽ, അങ്ങനെയൊക്കെ ചെയ്താൽ യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ, നമ്മുടെ വാപ്പാടെ മുഴുവൻ ശ്രദ്ധയും സ്നേഹവും നമ്മുടെ അടുത്തേക്കായി മാറും അല്ലേ, നമുക്കായി അത് ഫുൾ തിരിച്ചെടുക്കാൻ കഴിയും. എത്ര അറ്റൻഷൻ ഇപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമിനും ബിന്യാമിനും കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മളിലേക്ക് തിരിയും. അപ്പോൾ അവർ ഈ ഒരു ബാലിശമായ വിശ്വാസത്തോടു കൂടിയാണ് ഈ കാട്ടിക്കൂട്ടുന്നതും പ്ലാൻ ചെയ്യുന്നതുമെല്ലാം. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ ആ ഒരു സ്നേഹം തിരിച്ചെടുക്കാൻ കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല, അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? യാക്കൂബ് അലൈഹിസ്സലാം സ്നേഹിക്കുന്ന ആ വസ്തു അല്ലെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ അങ്ങോട്ട് നീക്കിയാൽ അവൻ ശേഷിക്കുന്ന മുഴുവൻ സ്നേഹവും തങ്ങളിലേക്ക് പകർന്നു തരുമെന്നാണ് അവർ ഈ കരുതുന്നതും വിശ്വസിക്കുന്നതും അല്ലേ. പക്ഷെ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. സ്നേഹം ഒരിക്കലും ഒരാളിലല്ല, ഹൃദയത്തിലാണുള്ളതല്ലേ. പലപ്പോഴും പ്രിയപ്പെട്ടവൻ്റെ അഭാവം ഹൃദയത്തിലെ സ്നേഹത്തെ കൂടുതലായി വളർത്തും. നമുക്കൊരാൾ അകന്ന് നിൽക്കുമ്പോൾ നമ്മൾ അയാളെ പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും ട്രൂ സെൻസിൽ സ്നേഹിക്കുന്നുവെങ്കിൽ അയാളുടെ ആ ഒരു നീങ്ങുമ്പോൾ അയാളില്ലാതാവുമ്പോൾ ആ സ്നേഹം ഹൃദയത്തിൽ അങ്ങോട്ട് ശക്തമാവാണല്ലേ, വളരെയധികം നമ്മൾ ഡീപ്പാവാണ് ആ സ്നേഹം. അയാളെ കാണാനുള്ള ലോങ്ങിങ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഇവർ മനസ്സിലാക്കാതെ പോയി. നമുക്കിവിടെ കാണാൻ കഴിയുന്ന വേറൊരു കാര്യം, ഇവർ ആഗ്രഹിക്കുന്നത് യാക്കൂബ് അലൈഹിസ്സലാം പിതാവിൽ നിന്നുള്ള ഒരു ഹലാലായ സ്നേഹമാണല്ലേ. പക്ഷേ അവർ ആ ഒരു സ്നേഹത്തിലേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ആ സ്നേഹം കൈപ്പറ്റാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ അത് വളരെ ഗുരുതരമായതും വളരെ തെറ്റായ ദിശയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ തെറ്റായ രീതിയിലുള്ള പാതയിലൂടെ ഹലാലായ ഒരു കാര്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവരുടെ ഹൃദയം, അവരൊരിക്കലും നമ്മൾ വേറൊരാളെ ഒഴിവാക്കി വേറൊരാൾക്ക് നാശം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരാളുടെ സ്നേഹമോ അല്ലെങ്കിൽ എന്തായി ഹലാലായ കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയായൊരു രീതിയല്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സഹോദരന്മാരുടെ ഒരു വികലമായ സ്നേഹമാണല്ലേ. പലപ്പോഴും ഇത്തരം വികലമായ സ്നേഹങ്ങളെല്ലാം ചെന്നെത്തുന്നത് വലിയ വലിയ അപകടത്തിലേക്കും തെറ്റിലേക്കും ആണ്. കാരണം അവർക്ക് ആ ഒരു ചിന്താശേഷിയും അവർക്ക് മനസ്സിലാക്കാനുള്ള കാര്യം യുക്തിബോധവും എല്ലാം നഷ്ടപ്പെടുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ അവർ ഹൃദയത്തിലുള്ള അസൂയ മുഖേന അല്ലെങ്കിൽ സ്വാർത്ഥത മുഖേന ഉത്ഭവിക്കുന്ന ഒരു സ്നേഹമാണ് ഇത്തരം വികലമായ സ്നേഹങ്ങൾ. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടേതാക്കി തീർക്കണം, മറ്റൊരാൾക്ക് നൽകാൻ പാടില്ല, അവർക്ക് ആ സ്നേഹം ലഭിക്കാൻ പാടില്ല, എൻ്റേത് മാത്രമായി തീരണം അത് എന്നുള്ള ആ തീവ്രമായ ആഗ്രഹം, ആ അസൂയ, അതിൽ നിന്ന് ആ സ്വാർത്ഥതയിൽ നിന്ന് വരുന്നതാണ് ഇത്തരം സ്നേഹങ്ങളെല്ലാം അല്ലേ. അതൊരിക്കലും ഹയറായിട്ടുള്ളൊരു രീതിയിൽ ചെന്നെത്തിക്കില്ല നമ്മളൊരിക്കലും, അത് നമുക്ക് കിട്ടാനും പോകുന്നില്ല. അപ്പോൾ ഹലാലായ ഏതൊരു ലക്ഷ്യം, അള്ളാഹു ഹലാലാക്കിയേക്കണ ഏതൊരു ലക്ഷ്യവും
നമ്മൾ നേടിയെടുക്കുമ്പോൾ അത് ഹറാമായ വഴിയിലൂടെ തേടിക്കഴിഞ്ഞാൽ അതെപ്പോഴും വികലമായി പോകുമെന്നുള്ള വലിയൊരു പാഠം കൂടിയാണ് ഇവിടെ കാണുന്നത്. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ സഹോദരന്മാരിവിടെ വാപ്പാടെ ഹലാലായ സ്നേഹമാണ് ആഗ്രഹിച്ചതെങ്കിൽ പോലും തെറ്റായ മാർഗത്തിലാണ് അവർ ഈ സ്നേഹം കൈപ്പറ്റാൻ ശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യം ഹലാലാണെങ്കിൽ പോലും നമ്മൾ തെറ്റായ മാർഗങ്ങളിലൂടെ അല്ലെങ്കിൽ അനീതിയുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ച് അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ ആ ഒരു കാര്യത്തെ കൈപ്പറ്റാൻ ശ്രമിക്കരുത്. കാരണം അത് നമുക്ക് ഒരുപാട് വഴികേടിലാക്കും നമ്മളെ. അത് നമ്മൾ ഒരുപാട് തെറ്റിലേക്ക് നയിക്കും. ഈ ഒരു തെറ്റ് മാത്രമല്ല, പിന്നീട് ആ ഒരു കാര്യം കാരണം നമ്മൾ ഒരുപാട് തെറ്റുകളും ബാക്കിയുള്ളവർക്കും അതിൻ്റെ രീതിയിൽ വേദനയും പ്രയാസങ്ങളും നമ്മുടെ ആ ഒരു മാർഗം കാരണം ഉണ്ടായേക്കാം. അത് കഴിഞ്ഞവരെന്താ പറയുന്നത്? വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ആളുകളായി കഴിയുകയും ചെയ്യാം. അപ്പോൾ ഇവർ ഈ പറയുന്നതൊക്കെ ഇതിൽപ്പെട്ട ഈ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരാളാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് വെളിപ്പെടുത്തുന്നില്ല. ആരാണ് ഈ വാക്കുകൾ അല്ലെങ്കിൽ ഈ ഡയലോഗെല്ലാം പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നതുകൊണ്ട് അവർ പറയുന്ന ഒരു ഇതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇതെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ എന്ത് വലിയൊരു ഇതാണല്ലേ. നമ്മൾ ആ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പശ്ചാത്തപിച്ച് നല്ല ആൾക്കാരായി തീരാം. ഇവിടെ ഈ സഹോദരന്മാർ ഉപയോഗിക്കുന്ന ആ വാക്കുകൾ അത് വളരെ ശ്രദ്ധേയമാണല്ലേ. അവർ പറയുന്നത് എന്തായിരുന്നു? ആദ്യം ഈ ഭീകരമായ പാപം നമുക്ക് ചെയ്യാം, പിന്നെ അതിനുശേഷം നമുക്ക് നല്ല ആളുകളായി മാറാം. ഈ ചിന്തകൾ വ്യക്തമായി ഷെയ്ത്താനിൽ നിന്നുള്ളതായിരുന്നു അല്ലേ. ഷെയ്ത്താൻ അവരുടെ ദുഷ്ട പദ്ധതിയെ അവർക്ക് ന്യായീകരിച്ച് കൊടുക്കുകയാണ്. വിഷമിക്കേണ്ട, പിന്നെ പശ്ചാത്തപിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത അവരിൽ നിക്ഷേപിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാലത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഷെയ്ത്താൻ മനുഷ്യരെ ഇങ്ങനെ ആണ് വഞ്ചിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ സഹോദരന്മാർ മനസ്സിലാക്കിയില്ല, ഒരു പാപം ചെയ്താൽ എന്താണ്, അത് മറയ്ക്കാനായിട്ട് നമ്മൾ കള്ളം പറയേണ്ടി വരും. പിന്നെ ആ കള്ളത്തിന്മേൽ സത്യം ചൊല്ലേണ്ടി വരും. അല്ലെങ്കിൽ ആ കള്ളം മറയ്ക്കാൻ 100,000 കള്ളം വീണ്ടും വീണ്ടും പറയേണ്ടി വരും. യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ ഈ കഥയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഷെയ്ത്താൻ്റെ എല്ലാ ഈ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മളെ അല്ലാഹ് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. ഷെയ്ത്താൻ ഏതൊക്കെ വഴിയിൽ നമ്മൾ ഇടപെടാം അല്ലെങ്കിൽ പ്രവർത്തിക്കാം, എന്തൊക്കെ നമ്മുടെ മനസ്സിൽ വസ്വാസുകൾ ഇട്ട് തരാം എന്നൊക്കെ നമ്മളെ ഒരു മുൻകരുതൽ നൽകുകയാണ്, അല്ലെങ്കിൽ ഒരു താക്കീത് നൽകുകയാണ് ഇതിലൂടെ എല്ലാം അല്ലേ. അപ്പോൾ ഇവിടെ മിൻ ബഅദിഹി ഖൗമൻ സാലിഹീൻ, ഇവരിവിടെ ഉദ്ദേശിക്കുന്ന ഒരു മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന ഒരു തൗബ, പ്ലാൻഡ് തൗബ. നമ്മളൊരു തെറ്റ് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് അതിന് ശേഷം തെറ്റ് ചെയ്യാം, എന്നിട്ട് തെറ്റ് ചെയ്തിട്ട് നമുക്ക് തൗബ ചെയ്യാം. ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്കിവിടെ ഈ സഹോദരന്മാരുടെ ഇടയിലും കാണാൻ കഴിയുന്നത്. ഈ പ്ലാൻഡ് തൗബൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ വേറൊരു കഥ ഇതോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, അബ്ദുള്ള ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ കാലത്ത് നടന്നൊരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അബ്ദുള്ള ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരു ആൾ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ അയാൾ ചെന്നിട്ട് ചോദിക്കും, ഞാനൊരാളെ കൊന്നിട്ടുണ്ട്, അള്ളാഹ് എനിക്ക് പുറത്ത് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്താൽ തീർച്ചയായിട്ടും അള്ളാഹ് പുറത്ത് തരും എന്ന് പറയും. അതേ ദിവസം തന്നെ ആ ഒരു ഗ്യാതറിങ്ങിൽ തന്നെ വേറൊരാൾ കടന്നു വരികയും അയാളും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും, ഞാനൊരാളെ കൊന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്ത് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇത്തവണ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, ഇല്ല എന്ന് പറയും. അതിനുശേഷം അവിടെ ഇരുന്നവരെല്ലാം ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, അതെന്താണ് അങ്ങനെ രണ്ട് അഭിപ്രായങ്ങൾ, രണ്ട് ഉത്തരം നൽകിയത്, രണ്ട് പേരും ഒരേ ചോദ്യമല്ലേ ചോദിച്ചത്, പിന്നെ എന്തുകൊണ്ടാണ് രണ്ട് ഉത്തരം നൽകിയതെന്ന് ചോദിക്കും. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ആദ്യം വന്ന അയാൾ ശരിക്കും ഒരാളെ കൊന്നിട്ടുണ്ട്,
അതറിയാതെ അയാളിൽ നിന്ന് പറ്റിപ്പോയൊരു തെറ്റാണ്. അപ്പോൾ അയാൾ അതിൽ ഒരുപാട് ഖേദിക്കുന്നുണ്ട്, അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ആ കാര്യത്തിൽ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് അയാളുടെ ആ ഒരു തെറ്റിൽ. അപ്പോൾ അയാൾക്ക് എങ്ങനെയെങ്കിലും അള്ളാഹുവിൻ്റെ അടുത്ത് തൗബ ചെയ്ത് അള്ളാഹ് അത് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, അയാൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹ് തീർച്ചയായിട്ടും പുറത്തു കൊടുക്കുമെന്ന്. അതേസമയം രണ്ടാമത് വന്ന അയാൾ ആരെയും ഇതുവരെയും കൊന്നിട്ടില്ല. പക്ഷെ അയാളുടെ മനസ്സിൽ ഒരാളിങ്ങനെ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത, അയാൾക്ക് എന്തോ ഒരു വൈരാഗ്യമുള്ള ഒരാളുണ്ട്, അയാളെ കൊല്ലണം എന്നുള്ള ആസൂത്രണം അയാൾ കുറേ കാലമായിട്ട് അയാളുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അയാളുടെ മനസ്സ്, അല്ലെങ്കിൽ അവരുടെ നെഫ്സ് അയാളിൽ അത് അനുവദിക്കുന്നില്ല. കാരണം അതൊരു വലിയ തിന്മയല്ലേ, വലിയ തെറ്റുകൾ പെട്ട ഒന്നാണ്. അപ്പോൾ അത് ചെയ്താൽ ഒരു പക്ഷേ അള്ളാഹ് പുറത്ത് തരില്ലായിരിക്കും, ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണെന്നുള്ളത്. അത് അയാൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പം ഞാനത് അങ്ങനെ കൊന്നാലും അള്ളാഹ് പുറത്ത് തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടിയുള്ള ലൈസൻസായിട്ട്, ഒരു എക്സ്ക്യൂസായിട്ട് അയാളത് എടുക്കുകയും ആ പ്രവൃത്തി ചെയ്യുകയും ചെയ്യും എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്ലാൻഡ് തൗബ അല്ലേ, നമ്മൾ ആദ്യം ഒരു തെറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഞാൻ നല്ലതാവാം എന്ന് തീരുമാനിക്കുന്നത്, അത് ഷെയ്ത്താൻ്റെ വലിയൊരു സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ്. ഷെയ്ത്താൻ ഡസ് ദിസ് ടു അവർ മൈൻഡ്. അപ്പോൾ ആദ്യം ഒരു തെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളോട് ഷെയ്ത്താൻ പറയും, അത് കുഴപ്പമില്ല, നമുക്ക് അത് കഴിഞ്ഞും ഒരു തെറ്റല്ലേ ഉള്ളൂ, ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, ഒരു തവണ ചെയ്യുന്നതിൽ എന്താ ഒരു വലിയ ഇതിരിക്കണേ, നമുക്ക് അത് കഴിഞ്ഞ് നല്ലവരായി തീരാം, അത് കഴിഞ്ഞ് നമുക്ക് നല്ലതാവാം എന്നൊക്കെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് ആ തെറ്റിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ ചെയ്യുക ഷെയ്ത്താൻ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ രീതിയിൽ ഷെയ്ത്താൻ തിരിയും. ഷെയ്ത്താൻ പറയും, ഇങ്ങനെയൊക്കെ ഒരു തെറ്റ് ചെയ്ത, ഇത്രയും ഒരു വലിയ തെറ്റ് ചെയ്ത, അല്ലെങ്കിൽ ഇത്രയും വൃത്തികേട് ചെയ്ത് നിന്നെയൊക്കെ അള്ളാഹ് ഇനി പുറത്ത് തരുമോ, നിനക്കൊക്കെ ഇനി വലിയ ഹോപ്പുമുണ്ടോ, ഇനി എങ്ങനെ നേരെ ആവാനാണ് എന്നുള്ള രീതിയിൽ നമ്മളെ പശ്ചാത്താപത്തിന് ഒരു ഹോപ്പുമില്ല എന്നുള്ള രീതിയിലേക്കും ആക്കി തീർക്കും. എന്തുകൊണ്ടാണ് ഇത്, ഇല്ലെങ്കിൽ ഒരു പ്ലാൻഡ് തൗബ ഒരിക്കലും ഒരു യഥാർത്ഥ തൗബയല്ലാത്തത്? യഥാർത്ഥ തൗബയ്ക്ക് 3 നിബന്ധനകളാണുള്ളത്. ഒന്ന്, പാപത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പശ്ചാത്താപം, നമ്മൾ തെറ്റ് ചെയ്തു എന്ന് തിരിച്ചറിയുകയും അതിൽ നമുക്ക് പശ്ചാത്താപം ഉണ്ടാവുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. രണ്ടാമത്തത്, പാപം ഉടനെ ഉപേക്ഷിക്കൽ, നമ്മൾ എന്താണോ ആ തെറ്റ് അത് ഉടനെ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, അത് ഡിസ്കണ്ടിന്യൂ ചെയ്യുക, അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുക. മൂന്നാമത്തതോ, വീണ്ടും ചെയ്യില്ലെന്ന് ഉറച്ച് തീരുമാനമെടുക്കുക. നമ്മളതിലേക്ക് തിരിച്ചു പോകാൻ പൂർണ്ണമായും ഹൃദയത്തിൽ അത് ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനോട് വെറുപ്പ് കാണിക്കുക, അതിനു വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ അതിൽ നിന്നേക്ക് തിരിച്ച് പോവാതിരിക്കാൻ വേണ്ടി റബ്ബിൽ നിന്ന് സഹായം തേടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്ന തൗബ, നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി റബ്ബിനോട് തേടുന്ന പശ്ചാത്താപിച്ച് മടങ്ങുക എന്നൊക്കെയാണ് ഈ തൗബയുടെ അർത്ഥം. അതാണ് ശരിയായ രീതിയിലുള്ള തൗബ. സൂറത്തുൻ നിസായിൽ 17-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നമുക്ക് കാണാം, ഇന്നമ തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സ്സൂഅ ബിജഹാലതി സുമ്മ യതൂബൂന മിൻ ഖരീബ്. അള്ളാഹു തൗബ സ്വീകരിക്കുന്നത് അറിവില്ലായ്മ കൊണ്ട് പാപം ചെയ്ത് പിന്നീട് ഉടൻ തൗബ ചെയ്യുന്നവരിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മുഫസ്സിരീങ്ങൾ എന്താണ് പറയുന്നത്? ഇവിടെ ഈ അറിയില്ലായ്മ എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പദ്ധതി ഇടാത്ത രീതിയിലുള്ള തെറ്റുകളല്ലേ, നമുക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നിമിഷത്തെ നമ്മുടെ ഇഗ്നറൻസ് കൊണ്ട്, വീക്ക്നെസ് കൊണ്ട് നമുക്ക് നമ്മളന്നാ ചെയ്തു പോയി എന്നുള്ളൊരവസ്ഥ. പക്ഷെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് പിന്നെ തൗബ ചെയ്യാം അങ്ങനത്തെ ഒരു രീതിയിലല്ല, നമ്മളറിയാതെ നമുക്ക് പറ്റിപ്പോയി ആ തെറ്റ്, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും, എന്നാലും നമുക്കത് പറ്റിപ്പോയി. പക്ഷെ അതിൽ നമ്മൾ ഒരുപാട് ഖേദിക്കുന്നു, അതിൽ ഒരുപാട് പശ്ചാത്തപിക്കുന്നു, ആ ഒരവസ്ഥ. ഇവിടെ സഹോദരന്മാരെടുക്കുന്ന തൗബ എന്ന് പറയുന്ന തൗബ, അല്ലെങ്കിൽ നമുക്ക് നല്ലവരായി തീരാമെന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് ശരിയായ രീതിയിലുള്ള തൗബയല്ല, അല്ലെങ്കിൽ തൗബയിലുള്ള ഒരു ശരിയായ
വിശ്വാസമല്ല ഇവിടെ പറയുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്യുക, വലിയൊരു തെറ്റ്, ചെറുതോ വലുതോ ആയിക്കോട്ടെ, ആ തെറ്റ് ഓൾറെഡി ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമുക്ക് പുറത്ത് തരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അതൊരു ഇൻഷുറൻസ് ആയിട്ട് കണ്ട് നമ്മളെന്തും ചെയ്യാം, എന്നിട്ട് അതിന് ശേഷം അള്ളാഹുവിലേക്ക് മടങ്ങാം എന്നുള്ള തെറ്റായ ഒരു ധാരണ മാത്രമാണത്. അതല്ല, അത് ഹൃദയത്തിൻ്റെ പൂർണ്ണമായ ആഴങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വരുന്ന ഒരു തൗബയല്ല അതൊരിക്കലും. അപ്പോൾ ആ ഒരു മാർഗം നമ്മളൊരിക്കലും സ്വീകരിക്കാതിരിക്കുക. ഈ ഒരു സഹോദരന്മാരുടെ സാഹചര്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഉദ്ദേശിച്ചത് ഇതെല്ലാം യൂസുഫ് അലൈഹിസ്സലാമിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് വാപ്പാടെ സ്നേഹം കൈപ്പറ്റി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി നല്ലവരായി തന്നെ ജീവിക്കാം, തെറ്റുകളൊന്നും ചെയ്യാതെ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതൊക്കെ. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ മറച്ചു വെക്കാനായിട്ട് ഒരുപാട് കള്ളം പറയേണ്ടി വരും, അല്ലെങ്കിൽ ആ തെറ്റിനെ മറയ്ക്കാനായി വേറെ ഒരുപാട് തെറ്റുകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് തന്നെയാണ് ഇവർക്കും സംഭവിച്ചത്. അപ്പോൾ കൂടുതൽ നമ്മൾ ആ ഒരു തെറ്റിലേക്ക് വഴുതി വീണുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരുപാട് തെറ്റിൽ അകപ്പെട്ട് പോകേണ്ടി വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മാറി നിൽക്കുക തന്നെ വേണം. ഇതിനൊരു വളരെ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമസ്കാരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കാലത്ത് എണീക്കാൻ ഫജ്ർ നമസ്കാരം തുടക്കത്തിലൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എണീച്ച് നമസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു നമ്മൾ ഉറങ്ങിപ്പോയാൽ നമുക്ക് പുറത്ത് തരും. ഉറങ്ങി എണീക്കുമ്പോൾ തന്നെ നമസ്കരിച്ചാൽ മതി, ആ ഉറങ്ങിപ്പോയതിൻ്റെ പേരിൽ നമുക്ക് തെറ്റില്ല എന്നുള്ളതിനകത്ത് ആ ഒരു ഇതായിട്ട് എടുത്തിട്ട്, ആ ഒരു എക്സ്ക്യൂസായിട്ട് എടുത്തിട്ട് ചിലവരെന്ത് ചെയ്യും, അലാം ഓൾറെഡി 8 മണിക്ക് സെറ്റ് ചെയ്യും, എന്നിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങി എപ്പോഴാണോ എണീറ്റത് അന്നേരം എണീറ്റ് നമസ്കരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് തരും എന്നുള്ള ആ ഒരു തെറ്റായ പ്രതീക്ഷ അല്ലേ. കാരണം നമ്മൾ ആദ്യം തന്നെ നമസ്കാരത്തിൻ്റെ സമയത്തിലല്ല അലാം വെക്കുന്നത്, ഒരുപാട് വൈകിയാണ് അലാം വെക്കുന്നത് തന്നെ. അപ്പോൾ ഓൾറെഡി നമ്മുടെ കിടക്കാൻ നേരത്തെ യാതൊരു പ്ലാനും ഇല്ല നമസ്കാരത്തിന് എണീക്കാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ എണീറ്റ സമയത്ത് എണീച്ച് നിസ്കരിച്ചിട്ട് ആ ഒരു സമയത്ത് അള്ളാഹു പുറത്ത് തരും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തെറ്റായ ഒരു ധാരണ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ പറയുന്ന ഈ പ്ലാന്റ് തൗബയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖുർആനിൽ പല ഇടങ്ങളിലായിട്ട് നമുക്ക് താക്കീത് നൽകുന്ന ഒരു കാര്യമാണ് ലാ തത്തബിഉ, അല്ലെങ്കിൽ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ അല്ലേ. ഷെയ്ത്താൻ്റെ പാത പിന്തുടരരുത് എന്ന് ഉള്ള വാക്ക്, അല്ലെങ്കിൽ അതിനുള്ള താക്കീത് സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു ആയത്താണ്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബൻ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. ഓ മനുഷ്യരെ, ഹലാലായ നല്ലതായ ശുദ്ധവും ഹലാലുമായ കാര്യങ്ങൾ, ഭൂമിയിലെ ഹലാലും ശുദ്ധവുമായ കാര്യങ്ങളിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക, പക്ഷേ ശൈത്താൻ്റെ പടികൾ അല്ലെങ്കിൽ പാത പിന്തുടരരുത്. ആ സൂറത്തുൽ ബഖറയിൽ തന്നെ വേറൊരു ആയത്തിൽ കാണാൻ കഴിയും, യാ അയ്യുഹല്ലദീന ആമനു ഉദ്ഖുലൂ ഫിസ്സൽമി കാഫതൻ വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ അല്ലെങ്കിൽ ഓ വിശ്വസിച്ചവരെ, നിങ്ങൾ സമ്പൂർണ്ണമായി ഇസ്ലാമിൽ പ്രവേശിക്കുക, ശൈത്താൻ്റെ പടികളെ പിന്തുടരരുത്. സൂറത്തുൽ അൻആമിലും വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ. പിന്നെ സൂറത്തുൻ നൂർ, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ വമൻ യത്തബിഉ ഖുതുവാത്തി ശൈത്താനി ഫഇന്നഹു യഅ്മറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. വിശ്വസിച്ചവരെ, ശൈത്താൻ്റെ പടികളെ പിന്തുടരരുത്. ആരെങ്കിലും ശൈത്താൻ്റെ പടികളെ പിന്തുടർന്നാൽ അവൻ അശ്ലീലത്തിലേക്കും ദുഷ്കൃത്യങ്ങളിലേക്കും തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുകയാണ്. സ്പഷ്ടമായ വ്യക്തമായ ഒരു ശത്രു തന്നെയാണ് ശൈത്താനെന്നും ശൈത്താൻ്റെ ഖുതുവാത്തുകളെ, ശൈത്താൻ്റെ പടികളെ നമ്മൾ സൂക്ഷിക്കണമെന്നും അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം, അതിനെ പിന്തുടരരുത് എന്നുള്ള വലിയൊരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, ശൈത്താൻ്റെ പടികളെ, പാതയെ പിന്തുടരരുത്. എന്താണ് അതിൻ്റെ അർത്ഥം?
ഷെയ്ത്താൻ ഒരിക്കലും നമ്മുടെ അടുത്ത് വന്നിട്ട് വലിയൊരു തെറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മളോട് കൽപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളോട് പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല, അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയില്ല. അതിലേക്കൊരു വഴിയുണ്ട്. ആ വലിയ തെറ്റിലേക്ക് ചെന്നെത്താനുള്ള ചെറിയ ചെറിയ വഴി മുഖേനയാണ്, ചെറിയ ചെറിയ തന്ത്രങ്ങൾ മുഖേനയാണ് നമ്മളത്തരം വലിയൊരു കുറ്റകൃത്യത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ അതാണ് ഖുതുവാത്തു ഷെയ്ത്താൻ, ഷെയ്ത്താനിൻ്റെ പടികൾ അഥവാ ഷെയ്ത്താനിൻ്റെ പാത എന്നൊക്കെ ഇവിടെ പറയുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഷെയ്ത്താൻ ആദമിൻ്റെ സന്തതികളുടെ ശരീരത്തിൽ രക്തമൊഴുകുന്നത് പോലെ ഒഴുകുന്നു. മിഷ്കാത്തുൽ മസാബിഹ് എന്നുള്ള ബുക്കിൽ നമുക്ക് കാണാൻ കഴിയും. ഷെയ്ത്താൻ മനുഷ്യൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും സമീപിച്ച് അവിടേക്ക് ദുഷ്പ്രേരണകൾ വസ്വാസ് നൽകുന്നു അല്ലേ. ഹറാമായ കാര്യങ്ങൾ കേൾക്കാനും കാണാനും അശ്ലീല പ്രവർത്തനങ്ങൾ ചെയ്യാനും അവൻ മനുഷ്യനെ പ്രലോഭിക്കുന്നു. ഈ ദുഷ്പ്രേരണയ്ക്കാണ് വസ്വാസ് എന്ന് പറയുന്നത്. എന്നാൽ ഷെയ്ത്താൻ നേരിട്ട് വന്ന് നമ്മുടെ അടുത്ത് നിൻ്റെ മതം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വ്യഭിചരിക്കുക, അല്ലെങ്കിൽ ഒരാളെ കൊല്ലുക എന്നൊന്നും നമ്മളോട് വന്ന് പറയുകയോ പ്രേരിപ്പിക്കുകയില്ല. കാരണം ബുദ്ധിയുള്ള ഒരാളും അള്ളാഹുവിനെ അവഗണിച്ച് ഷെയ്ത്താനെ പിന്തുടർന്ന് അവൻ്റെ ഭീകരമായ വിധിയിൽ പങ്കാളിയാകാൻ ഒരിക്കലും തയ്യാറാകില്ല അല്ലേ. അതുകൊണ്ട് തന്നെ ഷെയ്ത്താൻ വളരെ കപടമായ വഴികളാണ് സ്വീകരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് മനുഷ്യനെ പതുക്കെ വളരെ തന്ത്രപൂർവം അകറ്റുകയും പാപങ്ങളിൽ വീഴ്ത്തുകയും ദോഷപ്രവർത്തികൾ നല്ലതെന്ന് തോന്നിപ്പിക്കുകയും എന്ന് വെച്ചാൽ തെറ്റായ വഴികളെല്ലാം നമുക്ക് നല്ലതാക്കി കാണിക്കുകയും ചെയ്താണ് അവൻ മനുഷ്യനെ വഞ്ചിക്കുക. നമ്മളൊരിക്കലും ഷെയ്ത്താൻ ഒരൊറ്റ ചുവടിൽ വലിയൊരു പാപത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല അല്ലേ. പടിപടിയായി വളരെ പ്ലാനിങ്ങോടുകൂടി വളരെ സൂക്ഷ്മമായ വഴികളിലൂടെയാണ് അവൻ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഷെയ്ത്താൻ്റെ വഴിതെറ്റിക്കൽ അല്ലെങ്കിൽ ആ ഒരു തന്ത്രങ്ങളിലെ പ്രധാന ഘട്ടങ്ങൾ ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഒന്ന് വസ്വാസ്, ദുഷ്പ്രേരണ നൽകുക അല്ലേ. ചെറിയൊരു ചിന്ത അല്ലെങ്കിൽ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആകർഷണം മനസ്സിൽ നിക്ഷേപിക്കുക. എന്നിട്ട് നമുക്ക് മനസ്സിൽ തോന്നിപ്പിക്കുക ഇതൊരു വലിയ തെറ്റൊന്നുമല്ല, ഇതൊരു ചെറിയ കാര്യമാണെന്ന് തോന്നിപ്പിക്കുക അല്ലേ. പാപത്തെ ചെറുതാക്കി കാണിക്കൽ, അത് വേറെ രീതി. ഇതൊക്കെ എന്താ, ഇത് ചെറിയൊരു കാര്യമല്ലേ, ഒരു പ്രാവശ്യം ചെയ്യുന്നതിൽ എന്താ തെറ്റ്. നിസ്സാരമാക്കി കാണിക്കുക, എത്ര വലിയതും ചെറുതുമായ തെറ്റിനെയും നിസ്സാരപ്പെടുത്തുക. മൂന്നാമത്തെ പോയിൻ്റ്, പാപത്തെ സുന്ദരമാക്കൽ അല്ലേ. ഏത് ഹറാമായ കാര്യവും നമുക്ക് വളരെ ആകർഷമാക്കി കാണിക്കുന്നതാണ് ഷെയ്ത്താൻ്റെ വേറൊരു രീതി. നമുക്ക് തെറ്റായ വഴി, എപ്പോഴും ഹലാല കാര്യങ്ങളിൽ അത്ര വലിയ എന്തില്ല. നമുക്ക് മ്യൂസിക് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹറാമായ ബന്ധങ്ങളായിക്കോട്ടെ, അതിലൊക്കെ ആസ്വാദനമൊക്കെ നൽകി അല്ലെങ്കിൽ ആകർഷിപ്പിക്കുക, അത് ഷെയ്ത്താൻ്റെ വേറൊരു ടാക്റ്റിക്കാണ്. നിരന്തരതയിലേക്ക് നയിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി, വളരെ ഓർഡിനറി റിപ്പീറ്റഡ് ആക്ഷൻ ആക്കുക. ഒരിക്കൽ ചെയ്ത പാപം പതുക്കെ പതിവാക്കുന്ന ഒരവസ്ഥ അല്ലേ. കാരണം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും നമ്മൾ തെറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള സിഗ്നൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സിഗ്നൽ നൽകാൻ, ആ ഒരു വാർണിംഗ് നൽകാൻ, നമ്മൾ തെറ്റായ രീതിയിലാണ് പോകുന്നത്, ഇത് ചെയ്യരുത്, നമ്മൾ തെറ്റായ മാർഗ്ഗമാണ് സ്വീകരിക്കണമെന്ന് നമ്മൾ മനസ്സിൽ ഓർമ്മപ്പെടുത്താനായിട്ട്. പക്ഷേ നമ്മൾ നിരന്തരം ആ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും, നമ്മുടെ ഹൃദയത്തിലുള്ള ആ സിഗ്നൽ തന്നെ ഓഫായി പോവും. അത് ഒരു ഹാബിറ്റായി മാറുകയും ഒരിക്കലും നമുക്ക് ആ തെറ്റായിട്ട് തോന്നുകയുമില്ല. വേറൊരു വഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ തെറ്റ് ചെയ്തു പോയി, എന്തായാലും നമ്മൾ ആ ഒരു വസ്വാസിലൊക്കെ പെട്ട് നമ്മളതിനെ പിന്തുടർന്ന് നമ്മളൊരു തെറ്റിലകപ്പെട്ട് പോയി, അതിനുശേഷം നമ്മളോട് ഇത്തരം ഒരു തെറ്റ് ചെയ്ത നിനക്ക് ഇനി എവിടെ ഹോപ്പ് ഉണ്ടാവാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്ത് തരികയില്ല, അല്ലെങ്കിൽ നിനക്ക് ഇനി തൗബ ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൗബയിൽ നിന്ന് നമ്മളെ ഹൃദയത്തെയും നമ്മളെയും അകറ്റി മാറ്റുക. നിനക്കിനി ക്ഷമയൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ നിരാശപ്പെടുത്തൽ. പൂർണ്ണ അനുസരണക്കേട്, അവസാനം ദീനിനെ ലഘുവായി കാണാനും ഫർദുകളെ ഉപേക്ഷിക്കാനുമൊക്കെ നമ്മളെ
പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ചെന്നെത്തിപ്പിക്കുക. അപ്പോൾ ഇത്തരം ഓരോ ടാക്ടിക്സ് വഴിയാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഘട്ടങ്ങളായിട്ടാണ് ശൈത്താൻ നമ്മളെ ഓരോ തെറ്റിലേക്കും തിന്മയിലേക്കും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല പല ആയത്തുകളിലൂടെ നമ്മൾക്ക് ആ ഒരു താക്കീത് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, അല്ലെങ്കിൽ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ശൈത്താൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പഷ്ടമായ ഒരു ശത്രുവാണെന്നുള്ള മുൻകരുതൽ അല്ലെങ്കിൽ ആ ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ അള്ളാഹു മനുഷ്യന് തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടല്ലേ. നമ്മളെ തികച്ചും വ്യത്യസ്തരാക്കുന്ന ഒരു ഇതാണത്, ഘടനയാണത്. നമുക്ക് ആ ഒരു ഫ്രീ വിൽ അല്ലെങ്കിൽ ആ ചോയ്സ്, പവർ ഓഫ് ചോയ്സ് എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ അനുസരിക്കണോ അവഗണിക്കണോ എന്നുള്ള തീരുമാനം നമുക്കുള്ളതാണല്ലേ. അതുകൊണ്ട് തന്നെ ശൈത്താനെക്കുറിച്ച് അള്ളാഹു വ്യക്തമായി അറിയിക്കുന്നു. അവന് വിശ്വാസികളായ തൻ്റെ അടിമകളുടെ മേൽ യാതൊരു അധികാരവും ഇല്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിൽ 65-ാമത്തെ ആയത്തിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ, നിശ്ചയമായും എൻ്റെ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു അധികാരവുമില്ല എന്ന് പറയുന്നതായിട്ട് കാണാം. മറ്റൊരായത്തിൽ ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ, വിശ്വസിക്കുകയും തങ്ങളുടെ റബ്ബിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരുടെ മേൽ ശൈത്താനെ കൊണ്ട് ഒരു അധികാരവുമില്ല, അല്ലെങ്കിൽ ശൈത്താൻ അവരുടെ മേൽ യാതൊരു കൺട്രോളുമില്ല എന്ന് സൂറത്തുൻ നഹ്ലിൽ 99-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെന്താണ് നമുക്ക് വ്യക്തമാക്കുന്നത്? ശൈത്താനെ നമ്മളെ നിർബന്ധിക്കാൻ കഴിയില്ല ഒരു കാര്യത്തിലേക്ക്, അല്ലേ. നിർബന്ധമായിട്ട് അല്ലെങ്കിൽ ബലമായി നമ്മളെ വഴിതെറ്റിക്കാനുള്ള ഒരു കഴിവും ശൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അത് ശൈത്താന് വെറുതെ ഒരു വിളിക്കുക, നമ്മളെ തെറ്റിലേക്ക് ക്ഷണിക്കാനോ അല്ലെങ്കിൽ ദുഷ്പ്രേരണ നൽകാൻ മാത്രമേ കഴിയുകയുള്ളൂ. ആ ദുഷ്പ്രേരണയെ പിന്തുടരാൻ അല്ലെങ്കിൽ ആ ക്ഷണം സ്വീകരിക്കണോ അവഗണിക്കണോ, അതിന് തള്ളിക്കളയണോ, അതിൽ നിന്ന് മാറി നിൽക്കണോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കാനുള്ള പൂർണ്ണ കഴിവ് നമുക്ക് തന്നെയാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. സൂറത്തുൽ ഇബ്രാഹീമിൽ നമുക്ക് കാണാൻ കഴിയും, ന്യായവിധി ദിനത്തിൽ ശൈത്താൻ തന്നെ ഈ സത്യം തുറന്നു പറയുന്നതായിട്ട്. വഖാല അശ്ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅവ്തുകും ഫസ്തജബ്തും ലി. കാര്യങ്ങൾ തീർപ്പായ ശേഷം ശൈത്താൻ പറയും, അള്ളാഹു നിങ്ങളോട് സത്യവാഗ്ദാനം ചെയ്തു, ഞാനും വാഗ്ദാനം ചെയ്തു, പക്ഷെ ഞാൻ അത് ലംഘിച്ചു. നിങ്ങളുടെ മേൽ എനിക്ക് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളെ വിളിച്ചു, അല്ലെങ്കിൽ വിളിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ തന്നെയാണ് എന്നെ പിന്തുടർന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്ന വ്യക്തമായൊരു കാര്യമാണ് നമ്മുടെ നഫ്സിനെ പിന്തുടരുക. നമ്മുടെ നഫ്സിനോടാണ് ശൈത്താൻ ഈ എല്ലാ പ്രേരണകളും നൽകുക, നമുക്ക് ആ വസ്വാസുകളെല്ലാം നൽകുക. അപ്പോൾ അതിനെ പിന്തുടരണോ വേണ്ടയോ, അങ്ങനത്തെ ആ ഒരു ശൈത്താൻ്റെ ഇടപെടലുകൾ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിൽ ശരണം തേടുകയും ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി നിൽക്കുകയും നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, അപ്പം ഇസ്തിഗ്ഫാറിൽ വർദ്ധിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ശൈത്താൻ്റെ ആ ഒരു പ്രേരണയിൽ പെട്ടു പോകാതെ നിൽക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രമിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ വേറെ നമ്മൾക്ക് ചുറ്റിനുള്ളവർ നമ്മളോട് തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളെപ്പോഴും അത് ശൈത്താനിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് അവർക്ക് ആ ഒരു ശൈത്താൻ്റെ പ്രേരണയിൽ അവർ വീണു പോയത് കൊണ്ടാണല്ലോ അവർ ആ തെറ്റ് ചെയ്തത്. പക്ഷെ ഒരിക്കലും നമ്മുടെ തെറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ശൈത്താൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കാനുള്ള ഒരവകാശം നമുക്കില്ല. അതൊരു തെറ്റായ ധാരണ മാത്രമാണ്, അതൊരു എക്സ്ക്യൂസ് മാത്രമാണ്. കാരണം ഒരിക്കലും ശൈത്താൻ നമ്മളെ നിർബന്ധിക്കില്ല. നമ്മുടെ തീരുമാനമായിരുന്നു ശൈത്താനെ പിന്തുടരണ വേണ്ടതെന്നുള്ളത്. അപ്പോൾ തെറ്റ് ചെയ്ത ആൾ നമ്മൾ തന്നെയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യാം. ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സഹോദരങ്ങൾ ആഗ്രഹിച്ചത് ഹലാലായ
ഒരു കാര്യമായിരുന്നു അല്ലേ. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ സ്വന്തം പിതാവിൻ്റെ സ്നേഹമായിരുന്നു അവർ ആഗ്രഹിച്ചത്. പക്ഷേ അത് നേടാൻ അവർ സ്വീകരിച്ച മാർഗം ഹറാമായിരുന്നു. യൂസുഫ് അലൈഹിസ്സലാമിനോടുള്ള യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ അതിയായ സ്നേഹം അവൻ നിർത്തണമെന്നവർ ആഗ്രഹിച്ചു. എന്നാൽ അവരുടെ പ്രവൃത്തികൾ അതിൻ്റെ വിപരീത ഫലമാണ് സൃഷ്ടിച്ചത്. യൂസുഫ് അലൈഹിസ്സലാമിനോടുള്ള യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ സ്നേഹവും വിരഹവും അതിലേറെ ശക്തമായി. എന്നിരുന്നാലും ഈ കഥയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു വചനത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു പാഠമുണ്ട്. സഹോദരങ്ങൾ പിന്നീട് പശ്ചാത്തപിച്ചേക്കാം എന്ന ഉദ്ദേശത്തോടെ ഒരു ഭീകരമായ പദ്ധതിക്ക് രൂപം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ ഈ ഒരു മനോഭാവം പാപം ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള ഖേദവും ഇല്ലാത്ത ഒരാളുടെ മനോഭാവത്തേക്കാൾ നല്ലതാണെന്ന്. ശ്രദ്ധിക്കണം, പിന്നീട് ഈ ഒരു തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചേക്കാം എന്നുള്ള ആ ഒരു ചിന്ത പാപം ചെയ്യുന്നതിൽ ഒരു തരത്തിലുമുള്ള ഖേദവുമില്ലാത്ത ഒരാളെക്കാളും നല്ലതാണെന്നുള്ള ഒരു പാഠം. ആ ഒരു കാരണം കൊണ്ടായേക്കാം. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും തൗബ ചെയ്യാത്ത ഒരാളേക്കാൾ, അല്ലെങ്കിൽ അയാളുടെ തെറ്റൊരു തെറ്റായിട്ട് തോന്നുകയോ തൗബ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമോ ഇല്ലാത്ത ഒരാളെക്കാളും ഭേദമാണ് ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ പശ്ചാത്തപിച്ച് നല്ലവനായേക്കാം എന്ന് ചിന്തിക്കുന്നവൻ, അല്ലെങ്കിൽ ആ ഒരു മനോഭാവം. അപ്പോൾ സഹോദരങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചത്? അള്ളാഹു ഞങ്ങളെ ക്ഷമിക്കും, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് തരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ. അവസാനത്തിൽ അവൻ അവരെ ക്ഷമിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ, അള്ളാഹുവിൻ്റെ കരുണ അത്യന്തം വിശാലമാണല്ലേ. അവൻ ഏറ്റവും ക്ഷമാശീലനും ഏറ്റവും കരുണാനിധിയുമാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് സഹോദരന്മാർ ചെയ്ത ആ തെറ്റിനുള്ള ഒരു ന്യായീകരണമല്ലെങ്കിൽ പോലും പാപം ചെയ്തുകൊണ്ട് ഒരു കണിക പോലും ഖേദമില്ലാത്ത ഒരു കുറ്റവാളിയേക്കാൾ അവരുടെ അവസ്ഥ നിശ്ചയമായും മെച്ചപ്പെട്ടതാണ് എന്ന് നമ്മൾക്ക് പഠിക്കാനാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇന്നല്ലാഹ യഖ്ബലു തൗബതൽ അബ്ദി മാ ലം യുഗർഗിർ. മരണം തൊണ്ടയിലേക്ക് എത്തുന്നതുവരെ, ഗർഗർ തൊണ്ടയിൽ അവസാനമുള്ള ആ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് നമ്മുടെ റൂഹ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകണം. ആ ഒരു അവസ്ഥ, മരണം തൊണ്ടയിലേക്ക് എത്തുന്നതുവരെ അള്ളാഹു അടിമയുടെ തൗബ സ്വീകരിക്കും എന്നാണ് ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തിർമിദിയിലുള്ള ഹദീസാണിത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ നമുക്ക് എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹു പുറത്ത് തരും. പക്ഷേ ആ ഒരു ഖേദം, പശ്ചാത്താപം, അതിനുള്ള മനസ്സെങ്കിലും ഒരാൾക്ക് ഉണ്ടാവണം എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 10ാമത്തെ ആയത്ത് മുതലുള്ള വിശദീകരണവും അതിൻ്റെ വ്യാഖ്യാനവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.